ലോകം കാത്തിരിക്കുന്നു ഇസ്ലാമിനായി എന്ന ഒരു ശീർഷകമാണ് നമ്മൾ ഇന്ന് ചർച്ചക്കെടുത്തിട്ടുള്ളത്. ഇസ്ലാമിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത്. മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ ഒരു ശങ്കയോടുകൂടെ, ധൈര്യപ്പെടാൻ കഴിയാതെ ശങ്കിച്ചു അങ്ങനെയാണ്. പുതിയ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ വരവോടുകൂടെ തന്നെ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു റേഷ്യൽ അറ്റാക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിജാബ് ധരിച്ചൊരു പെണ്ണിന് യൂറോപ്പിലൂടെ കടന്നു പോകാൻ ഇപ്പൊ പ്രയാസമാണ്. ഇസ്ലാമിന്റെ ഷിആറോടുകൂടെ ഒരു മുസ്ലിമിന് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി കഴിഞ്ഞു. നമ്മുടെ ഭാരതത്തിലും ചുറ്റുപാടുകളൊക്കെ അനുകൂലമല്ല എന്ന് നമുക്കറിയാം. ഇവിടെയാണ് മുബശ്ശിറാത്ത്, ലോകത്ത് ആത്യന്തികമായ വിജയം ഇസ്ലാമിനാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹുവിന്റെ സുന്നത്തല്ലാഹ്, ഈ പ്രപഞ്ചത്തിലെ അല്ലാഹുവിന്റെ ചില രീതികളുണ്ട്, അതുപോലെ ചരിത്ര വസ്തുതകളുണ്ട്, ഇതിലൂടെയൊക്കെയും അടുത്ത ഭാവി ഇസ്ലാമിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പക്കാർക്കോ മറ്റോ ഒരൽപ്പം അതിശയോക്തി തോന്നിയേക്കാം. അടുത്ത ഭാവി ഇസ്ലാമിനാണ് എന്ന് പറയുമ്പോൾ 21-ാം നൂറ്റാണ്ട് ഇസ്ലാമിന്റെ കാലഘട്ടമായി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിശയോക്തിയോടുകൂടെയായിരിക്കും നമ്മുടെ ന്യൂ ജനറേഷൻ അതിനെ കാണുന്നത്. എങ്ങനെ നാനാഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ ദീനിനെ ഊതിക്കെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നിടത്താണ് ഇസ്ലാം ലോകത്ത് വിജയിച്ച് 1-ാം സ്ഥാനത്ത് വരും എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يريدون ليطفئوا نور الله. അല്ലാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബിഅഫ്വാഹിഹിം, അവരുടെ വായയിലൂടെ, വായ കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്. വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ പ്രകാശത്തെ പരിപൂർണമായും അല്ലാഹു സമർപ്പിക്കാൻ, അവതരിപ്പിക്കാൻ പോകുന്നു. വലൗ കരിഹൽ കാഫിറൂൻ, അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്കത് ഇഷ്ടമല്ലെങ്കിൽ തന്നെയും, അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് ഇഷ്ടമല്ലെങ്കിൽ തന്നെയും അല്ലാഹുവിന്റെ വചനങ്ങൾ അവൻ പൂർത്തിയാക്കാൻ പോകുന്നു. ഒരു വിളക്ക് ഊതിക്കെടുത്തും പോലെയാണോ സൂര്യപ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത്? ലോകത്താകമാനം പ്രഭ പരത്താൻ പോന്ന ഒരു ദീപശിഖ അല്ലാഹുവിന്റെ മതമായ ഇസ്ലാമല്ലാതെ എന്താണ് ലോകത്തുള്ളത്? അതിനെ ഊതിക്കെടുത്താൻ എത്ര ശ്രമങ്ങൾ! സോഷ്യൽ മീഡിയകളിലൂടെ ലഭ്യമായ എല്ലാ മീഡിയം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പേരിൽ ഫേക്ക് എൻകൗണ്ടേഴ്സ് നടത്തിയിട്ട് കള്ളത്തരത്തിലുള്ള സംഘട്ടനങ്ങൾ നടത്തിയിട്ട് മുസ്ലിമിന്റെ പേര് അപമാനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, തീവ്രവാദത്തിന്റെ ഭാണ്ഡങ്ങളൊക്കെ മുസ്ലിമിന്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം, വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾക്ക് ഇസ്ലാമിനെ ഇഷ്ടമല്ലെങ്കിൽ തന്നെയും അല്ലാഹു അലാ റഗ്മി ഉനൂഫിഹിം, അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അല്ലാഹു ഇതിനെ പൂർത്തിയാക്കാൻ പോവുകയാണ്. ഇത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. അത് നടക്കാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്.
അതുകൊണ്ടാണ് ഒരു കാലത്ത് സ്പെയിനിന്റെ ആസ്ഥാനത്ത് ഗ്രാനഡ എന്ന് പറയുന്ന ഇസ്ലാമിക സാമ്രാജ്യം തകർന്നു പോയപ്പോ, ഗ്രാനഡ ഇസ്ലാമിന്റെ സംസ്കാരം തകർന്നു പോയപ്പോഴാണ് സുലൈമാനുൽ ഖാനൂനി റഹ്മഹുല്ലാഹ് വിയന്നയുടെ കോട്ടക്കൊത്തളങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി തത്സമയം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഗ്രാനഡ തകർന്നറിയുമ്പോൾ സ്പെയിനിന്റെ പതനത്തിന്റെ അതേ സമയത്ത് വിയന്നയുടെ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം കടന്നു വരുന്നു. അവിടെ നിന്ന് ബെൽഗ്രാഡിന്റെ വിജയം, ആ നഗരം ഇസ്ലാമിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധമായ റമളാൻ 25 വെള്ളിയാഴ്ച ദിവസം ബെൽഗ്രാഡിലേക്ക് മുസ്ലിമീങ്ങളായ ആളുകൾ കടന്നു വരികയും അവിടുത്തെ പള്ളി മിനാരങ്ങളായിട്ടില്ല, അവിടുത്തെ ആരാധനാലയങ്ങളിൽ മുഴുവനും അല്ലാഹു അക്ബർ എന്ന വാങ്കിന്റെ പരിശുദ്ധമായ മൊഴികൾ ഉയർന്നത് സ്പെയിനിന്റെ പതനത്തിന്റെ അതേ സമയമാണ്. ബെൽഗ്രാഡിൽ നിന്ന് മുസ്ലിം സൈന്യത്തിന്റെ നേതാവ് ഖൈറുദ്ദീൻ ബരീറൂസ് എന്ന് പറയുന്ന തുർക്കിക്കാരനായ മുസ്ലിം നേതാവ് അവരുടെ പടകളുമായി, തുർക്കി സൈന്യവുമായി വിയന്നയുടെ ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്ന സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന് മാറി ഇനി അങ്ങോട്ട് പാരീസിലേക്ക് കടന്നു വരുന്ന മുസ്ലിമീങ്ങൾ. അൾജീരിയ എന്ന മുസ്ലിം രാജ്യത്തിന്റെ സ്ഥാപകനാണ് ഖൈറുദ്ദീൻ ബരീറൂസ്. പോർച്ചുഗീസുകാരന്റെയും സ്പാനിഷ്കാരന്റെയും നേവികൾ മുഴുവനും 3 തവണ തരിപ്പണമാക്കിയിട്ട് 70,000-ഓളം വരുന്ന മുസ്ലിം കുടുംബങ്ങളെ മോചിപ്പിക്കുന്നത് സ്പെയിനിന്റെ പതനം നടക്കുന്ന അതേ സമയം അള്ളാഹുവിന്റെ നൂറിനെ ഊതിക്കെടുത്താൻ ഒരു ഭാഗത്തൊരു ശ്രമം, മറുഭാഗത്ത് നിന്ന് ഇസ്ലാമിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഫ്രാൻസിന്റെ കേവലം 30 കിലോമീറ്റർ അകലെ കിടക്കുന്ന സാനച്ച് എന്ന് പറയുന്ന നഗരം കീഴടക്കുന്നത്, മഹാന്മാരായ മുസ്ലിമീങ്ങൾ അങ്ങോട്ട് കടന്നു വരുന്നത് ഗർനാച്ചയുടെ അതല്ലെങ്കിൽ ഗ്രാനഡയുടെ പതനം നടക്കുന്ന സമയമാണ്. അള്ളാഹുവിന്റെ ദീനിനെ എവിടെയെല്ലാം അടിച്ചമർത്തുന്നുവോ അതേസമയം അപ്പുറത്ത് അള്ളാഹു പുനർജീവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ഖിലാഫത്തുണ്ട്, അബ്ബാസി ഖിലാഫത്ത്. ലോകത്ത് അവസാനിക്കുമ്പോഴാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണം നടക്കുന്നത്. ഒരു ഭാഗത്ത് അബ്ബാസി ഭരണകൂടത്തിന്റെ പതനം, ഇവിടെ ഇന്ത്യയിൽ മുസ്ലിം ഭരണകൂടത്തിന്റെ ഊർജവത്തോടുകൂടെയുള്ള കടന്നുവരവ്. എവിടെ നശിക്കുന്നുവോ അപ്പുറത്ത് ഉദിക്കുകയാണ്. ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോ. എന്നാൽ പടിഞ്ഞാറ് ഇസ്ലാമിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുന്ന നേരമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ജനങ്ങൾക്ക് ദീനിന്റെ വിഷയങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം. വലാ തുഅസ്സിറു, ഇസ്ലാം കഠിനമാണ്, ഇസ്ലാം പ്രയാസമാണ് എന്ന രീതിയിൽ ഇസ്ലാമിനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കല്ല. ബശ്ശിറു, നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. വലാ തുനഫിറു, ജനങ്ങൾക്ക് വെറുപ്പ് പറഞ്ഞു കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ലോകത്ത് വിജയിക്കാൻ പോകുന്ന മതം അല്ലാഹുവിന്റെ ദീനാണെന്ന പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിലും തിരുനബിയുടെ ഹദീസുകളിലും വന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ഉയർത്താൻ തീരുമാനിച്ചു. ഹബീബായ നബി തങ്ങൾ ഒരു സ്വപ്നം കണ്ട ചരിത്രമുണ്ട്, വിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. റഅയ്തു ദാത ലൈലത്തിൻ ഫീമാ യറന്നായിം كأن في جار عقبة بن نافع عقبة بن رافع റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വപ്നം കാണുന്നു. ഉഖബത്ത് ബിൻ റാഫിഅ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഇരിക്കുന്ന പോലെ. ഫഉതീനാ ബിറുതബിൻ മിൻ റുതബി ഇബ്നു താബ്. ഇബ്നു താബിന്റെ മനോഹരമായ നല്ല പഴങ്ങളുണ്ട്, ഈത്തപ്പഴമുണ്ട്. ഇബ്നു താബിന്റെ ഈത്തപ്പഴം ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി തങ്ങൾ കണ്ട ഒരു സ്വപ്നം, ഞാൻ ഉഖബത്ത് ബിൻ റാഫിഅ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി. പഴങ്ങളിൽ, ഈത്തപ്പഴങ്ങളിൽ ഏറ്റവും നല്ല ഇബ്നു താബ് ഞങ്ങൾക്ക് അവിടെ കൊണ്ടുവരപ്പെടുകയും ചെയ്തു. ആ സ്വപ്നത്തെ ഞാൻ വ്യാഖ്യാനിച്ചു. ഞാനതിനെ വ്യാഖ്യാനിച്ചു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അതിന്റെ അർത്ഥം ഈ ലോകത്തെ വിജയം ഇസ്ലാമിനാണെന്നും പരലോകത്തെ അന്തിമ വിജയം മുസ്ലിമിനാണെന്നും
വഅന്ന ദീനനാ ഖത്താബ്, ഇസ്ലാം അത്രക്ക് മനോഹരമായ മതമാണെന്നും ആ കണ്ട സ്വപ്നത്തെ ഞാൻ വ്യാഖ്യാനിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുമായിരുന്നു, അൽ ഖൈറു ഫിയ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമഹ്, ലോകാവസാനം വരെ നന്മ എന്നിലാണ്, എൻ്റെ ഉമ്മത്തിലാണ്, മുസ്ലിമീങ്ങളിലാണ്. അൽ ഖൈറു ഫിയ, നന്മ എന്നിലാണ്, വഫീ ഉമ്മതി, എൻ്റെ ഉമ്മത്തികളിലുമാണ്, ഇലാ യൗമിൽ ഖിയാമഹ്, ലോകാവസാനം വരേക്കും നന്മ ഈ ഉമ്മത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ ഉമ്മത്തിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. ഇൻദല്ലാഹി ഖസായിനുൽ ഖൈരി വശർ, മുത്തനബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്. നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്. മഫാത്തിഹുർ റിജാൽ, ആ ഖജനാവുകൾ തുറക്കാനുള്ള താക്കോൽ മനുഷ്യരാണ്, പുരുഷന്മാരാണ് പ്രത്യേകിച്ച്. ഫതൂബാ ലിമൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈരി മിഗ്ലാഖൻ ലിശ്ശർ, അതുകൊണ്ട് അല്ലാഹു ആർക്കെങ്കിലും നന്മയുടെ താക്കോലാവാൻ അനുഗ്രഹിക്കുകയും തിന്മയുടെ പൂട്ടാവാനും നന്മ തുറന്നു വെക്കുന്ന നന്മയുടെ താക്കോലാവാനും അല്ലാഹു ആർക്കെങ്കിലും തൗഫീക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊരു ഭാഗ്യവാൻ, എന്തൊരു ഭാഗ്യവാൻ. വവൈലുൽ ലിമൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിശ്ശർരി മിഗ്ലാഖൻ ലിൽ ഖൈർ, നാശമായ നാശം മുഴുവനും ആരാണോ തിന്മയുടെ താക്കോലായി മാറുന്നത് അവർക്കാണ്, നന്മയുടെ പൂട്ടുകാരനാകുന്നവർക്കാണ്. നന്മ പൂട്ടിവെക്കുകയും തിന്മ തുറക്കുകയും ചെയ്യുന്നവർക്ക് നാശമാണ്. നന്മ തുറന്നു വെക്കുകയും തിന്മയെ പൂട്ടിവെക്കുകയും ചെയ്യുന്നവർക്ക് ഖൈറാണ്, നന്മയാണ്. നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയട്ടെ, ബശ്ശിർ ഹാദിഹിൽ ഉമ്മ ബിത്തൈസീരി വസ്സനാ വർരിഫഅതി ഫിദ്ദീൻ, ഈ ഉമ്മത്തിന് ഞാൻ സന്തോഷവാർത്ത അറിയിക്കുന്നു. بالرفعة والسناء بالتيسير والسناء والرفعة في الدين والتمكين في البلاد والنصر. അല്ലാഹു തആല ഈ സമൂഹത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയും ഉയർച്ച കൊടുക്കുകയും കാര്യങ്ങൾ അല്ലാഹു ലഘുവാക്കി കൊടുക്കുകയും വത്തംകീനി ഫിൽ ബിലാദ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹു തആല അധികാരം ഏൽപ്പിക്കുകയും ചെയ്യും. വന്നസുരി, ഈ ഉമ്മത്തിന് അല്ലാഹു വിജയം നൽകുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇത് ഉമ്മത്തുൻ നസ്റാൻ, അല്ലാഹു സഹായം ചെയ്യുന്ന ഉമ്മത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഇനി ചിന്തിക്കുന്നത് എന്തുകൊണ്ട്, എങ്ങനെയാണ് ഇസ്ലാമിനെ അല്ലാഹു റിവൈവ് ചെയ്യുന്നത് എന്നാണ്. എങ്ങനെയായിരിക്കും ഈ വിജയം? നമ്മൾ ലോകത്തോട് പറയാൻ പോകുന്നത്, നിങ്ങൾ പല സംസ്കാരങ്ങളും പരീക്ഷിച്ചു നോക്കിയില്ലേ, പല ചിന്താരീതികളും പരീക്ഷിച്ചു നോക്കിയില്ലേ, ഇസ്ലാമിനൊരു പരീക്ഷണത്തിനൊരു അവസരം കൊടുക്കിൻ എന്നല്ല, ഇസ്ലാം നല്ലതാണെന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നല്ല, ഇസ്ലാമിന് വേണ്ടി നമ്മൾ ഉയരണമെന്നാണ്. ഇസ്ലാമിന് അനുയോജ്യമായി അനുയുക്തമായി നമ്മുടെ ജീവിത രീതികളെ നമ്മൾ മാറ്റിയെടുത്താൽ ഈ ഉമ്മത്തിനാണ് വിജയം. ഇസ്ലാമിനൊത്ത് നമ്മൾ ഉയരണം. നമുക്ക് അനുകൂലമായി ഇസ്ലാം ഉയരുകയല്ല, ഇസ്ലാം ഉയർന്നു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ വചനം എന്നും ഉന്നതിയിലാണ്. അതിനുവേണ്ടി നമുക്ക് ഉയരാൻ കഴിയുമോ? അതാണല്ലോ അംബിയാഇന്റെ നേതാവ്, അംബിയാഇന്റെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അംബിയാഇന്റെ മൈൽ സ്റ്റോൺ എന്നറിയപ്പെടുന്ന മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, അല്ലാഹുവേ ഞങ്ങളെ രണ്ടുപേരെയും നിന്റെ ഇസ്ലാം ഉൾക്കൊള്ളുന്നവരായി, അംഗീകരിക്കുന്നവരായി, നിനക്ക് വഴിപ്പെടുന്നവരായി മാറ്റിത്തരേണമേ. ഇസ്ലാമിനൊത്ത് നമ്മൾ ഉയരണം എന്നൊരാശയം സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. മുത്തനബി തങ്ങൾ ഈ ഉമ്മത്തിന് സന്തോഷവാർത്ത കൊടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് വിജയമുണ്ട്. അപ്പോ നമ്മുടെ ആദർശത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, നമ്മുടെ പെൺകുട്ടികൾ അല്ലാഹു പറയുന്ന പോലെ ജീവിക്കുമ്പോ, നമ്മുടെ ആൺകുട്ടികൾ അല്ലാഹു പറയുന്ന പോലെ ജീവിക്കുമ്പോ, നമ്മുടെ രക്ഷിതാക്കന്മാർ അല്ലാഹു പറയുന്ന പോലെ തർബിയത്ത് ചെയ്യുമ്പോ, നമ്മുടെ മുഅല്ലിമീങ്ങൾ, നമ്മുടെ അധ്യാപകന്മാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതൃക പിൻപറ്റുന്ന മുഅല്ലിമീങ്ങളാകുമ്പോ ഈ ഉമ്മത്തിന് വിജയമുണ്ട്. ഈ ഉമ്മത്തിനാണ് നസ്ർ, ഈ ഉമ്മത്തിനാണ് ഗലബത്ത്, ഈ ഉമ്മത്തിനാണ് അല്ലാഹു തആല തംകീൻ, തൈസീർ കൊടുത്ത് ആദരിക്കുന്നത്. അല്ലാഹു ആ ഭാഗ്യത്തിന് സാക്ഷികളാകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. തഗ്ദു ഉസാബത്തും മിൻ ഉമ്മതി അൽ ബൈത്തൽ അബ്യദ ബൈത കിസ്റാ,
ഇസ്ലാം അതിസങ്കീർണമായ പ്രതിസന്ധിയിൽ കഴിയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് സുറാഖ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിമല്ല, ഹബീബായ നബി തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി, ഹബീബിന്റെ തലയെടുക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഫോളോ ചെയ്തു വരുന്ന സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, യാ സുറാഖ, അല്ലയോ സുറാഖ, കൈഫ ബിക വസിവാറൈ കിസ്റ, സുറാഖ എങ്ങനെയുണ്ടാകും നിങ്ങളുടെ കരങ്ങളിൽ കിസ്റയുടെ ആഭരണം ചാർത്തപ്പെടുമ്പോൾ എന്തുണ്ടായിരിക്കും സുറാഖ? സുറാഖ ചോദിച്ചു, കിസ്റ ഇബ്നു ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റയോ? ഇറാനിയൻ എംപയറിന്റെ ഭരണാധികാരിയായ കിസ്റയോ? കിസ്റയുടെ ആഭരണം എന്റെ കൈകളിലോ? അതേ സുറാഖ. എപ്പോഴാ ഇത് പറയുന്നറിയോ? സ്വന്തമായ ഹബീബിനൊരു വീടില്ലാതെ, സ്വന്തം നാട്ടുകാർ മുഴുവനും ഹബീബിനെ ആട്ടി ഓടിച്ച നേരത്ത്, ബന്ധുക്കൾ പോലും ഹബീബിന്റെ കാലിൽ നിന്ന് ചോരയൊലിപ്പിച്ച നേരത്ത്, 13 കൊല്ലത്തെ ഹബീബായ തങ്ങളുടെ ത്യാഗനിർഭരമായ ദഅവത്തിനൊടുവിൽ 250 സ്വഹാബികളെയും കൊണ്ട് മദീനയിലേക്ക് നബി തങ്ങൾ നാടുകടക്കുന്ന സമയത്ത് ഹബീബ് എന്താ പറയുന്നത്? കിസ്റയും ഖൈസറും ഇസ്ലാമിന്റെ മുമ്പിലേക്ക് വരും, നമ്മൾ അവിടം വിജയിച്ചടക്കും. എവിടെ? ഇസ്ലാമിന് നിലനിൽപ്പില്ലാതെ ഓടുന്ന നേരം. നമുക്ക് ഇന്ന് വരാൻ പോകുന്ന കാലം ഇസ്ലാമിന്റെ കാലമാണെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ? ഒരു ഭാഗത്ത് ഏക സിവിൽ കോഡിന് വേണ്ടി മുറവിളി കൂട്ടുന്ന നേരം, ഒരു ഭാഗത്ത് അമേരിക്കൻ നിയുക്തനായ പ്രസിഡന്റ്, അദ്ദേഹം മുസ്ലിമീങ്ങളെ ഞാൻ വകവരുത്തും, അല്ലെങ്കിൽ പാലസ്തീനികൾക്ക് ഇനി നീതി പ്രതീക്ഷിക്കേണ്ടതില്ല, ഞാൻ ജൂതന്റെ കൂടെയാണ്, ജൂതന്റെ പക്ഷമാണ് എന്ന് 1000 തവണ ആണയിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ലോക നേതൃത്വത്തിന്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ പറയുന്നത്, ഇതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ കഴിയില്ല. ഇത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനാണ്. ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിപ്പിക്കുന്നവനാരോ അസ്തമിപ്പിക്കുന്നവനാരോ? ഈ പ്രപഞ്ചത്തിൽ സാമ്രാജ്യങ്ങൾ മുഴുവനും ഉയർന്ന തരിപ്പണമായതിന്റെ ചരിത്ര സാക്ഷ്യം ഏതൊരുത്തന്റെ തഖ്ദീറാണോ, ആ അള്ളാഹുവിന്റെ മതം ലോകത്ത് വിജയിക്കുക തന്നെ ചെയ്യും. ഹബീബായ നബി തങ്ങൾ ഹിജ്റ ചെയ്തു പോകുന്ന നേരത്ത് മദീനയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ്, സുറാഖ, നിങ്ങളുടെ കൈകളിൽ കിസ്റായുടെ ആഭരണങ്ങൾ ചാർത്തപ്പെടുമ്പോൾ എങ്ങനെയുണ്ടാകും സുറാഖ എന്ന് ചോദിച്ചത് ഇസ്ലാം പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ്. എന്നിട്ടും ഹബീബായ തങ്ങൾ ഏറ്റവും നല്ല പ്രതീക്ഷയാണ് ഉമ്മത്തിന് കൊടുത്തത്. പ്രതീക്ഷയുടെ കാലം. മുതഫായിലിങ്ങളായി ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വിജയം തരും. അല്ലാഹു തആല ഉമ്മത്തിന് അവൻ ഇഷ്ടപ്പെടുന്ന ഹബീബിന്റെ ഉമ്മത്തികളായ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഹ്സാബുകൾ ഹബീബായ നബി തങ്ങളെയും മദീനയെയും ആക്രമിക്കാൻ വരുന്ന നേരം, ഖന്ദഖ് കുഴിച്ചിരിക്കുന്ന നേരത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. ശത്രു സൈന്യങ്ങൾ മുഴുവനും ഒരുമിച്ച്, മദീനയിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മക്കയിലെ മുശ്രിക്കീങ്ങളും ഹബീബിനെതിരെ, ഹബീബിന്റെ മദീനയെ ആക്രമിക്കാൻ വരുന്ന നേരത്ത് കിടങ്ങു കുഴിക്കുമ്പോ വലിയൊരു പാറ കണ്ടിട്ട് സ്വഹാബികൾ വന്ന് പറഞ്ഞില്ലയോ ഹബീബേ, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ പെടാപാടുപെട്ട് ഞങ്ങൾ ഈ പാറ തകർക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല നബിയെ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ആ സമയത്താണ് ഒരു ചെറിയ ചുറ്റുകേടത്ത് വലിയൊരു പാറയിൽ ഹബീബിന്റെ മിനുമിനുച്ച കൈകൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈയിനോളം മിനുമിനുത്തൊരു കൈ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് സ്വഹാബികൾ പറഞ്ഞ ഹബീബിന്റെ കൈ കൊണ്ട് ആ പാറയിൽ ചെറിയൊരു കൊട്ടുകൊട്ടുന്നു. അത് പിന്നെ ഒരു മണൽ കൂമ്പാരമായി മാറുന്ന നേരത്ത്
കിടങ്ങ് ആഴത്തിൽ കുഴിക്കുന്ന നേരം മദീനക്കുള്ളിലേക്ക് ഒരു ശത്രുവിന് പോലും കടന്നു വരാൻ കഴിയാത്ത വിധം മദീനയെ സുരക്ഷിതമാക്കാൻ ഹബീബ് തങ്ങൾ കിടങ്ങ് കുഴിക്കുമ്പോ ആ പാറയിൽ കൊട്ടിയ നേരത്ത് 3 ലൈറ്റനിങ് കണ്ടിട്ടുണ്ട്, 3 മിന്നലുകൾ കണ്ടിട്ടുണ്ട്. 3 മിന്നലുകൾ ഹബീബിന്റെ ഓരോ തട്ടിലും മിന്നൽ പിണറുകൾ പാറയിൽ നിന്ന് ഉയരുകയുണ്ടായി. അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ഇത്? എന്താണ് നബിയേ ഇത്? എന്താണ് നബിയേ ഞങ്ങളെ കാണുന്നത്? അല്ലാഹു അക്ബർ. ഹബീബിന്റെ മറുപടി, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. കിസ്റയുടെ സർവമാന സാമ്രാജ്യവും ഇസ്ലാമിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. കൈസർ രാജാവിന്റെ അധികാരം അല്ലാഹു ഈ ദീനിന് നൽകിയിരിക്കുന്നു. യമനിന്റെ നിധികൾ മുഴുവനും ഇസ്ലാമിന് അല്ലാഹു നൽകി. റോമ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, യമൻ സാമ്രാജ്യം, ഇത് മുഴുവനും ഇസ്ലാമിന്റെ മുമ്പിൽ വന്നു എന്ന് ഹബീബ് പ്രഖ്യാപിക്കുന്നത് സ്വന്തം നാടായ കൊച്ചു മദീനയെ പ്രതിരോധിക്കാൻ വേണ്ടി കിടങ്ങു കുഴിച്ച് ആ പാറയിൽ ഹബീബ് ത്യാഗം ചെയ്യുന്ന സമയത്താണ് വലിയ പ്രതീക്ഷയുള്ള മൂന്ന് ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ, പ്രൊഫസീസ്, ഹബീബിന്റെ പ്രവചനം നടക്കുന്നത്. കിസ്റയും കൈസറും യമനും ഇസ്ലാമിന് കൈവരാൻ പോകുന്നു. പ്രയാസത്തിനിടയിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രതീക്ഷയുടെ വാതിൽ തുറക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. അതുകൊണ്ട് മുസ്ലിമേ നിരാശപ്പെടല്ലേ. ഭരണകൂടങ്ങളും രാഷ്ട്രീയ സംഘടനകളും ഇസ്ലാമിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും എതിർപ്പുകളും പരിഹാസങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ദീൻ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ആർക്കും തകർക്കാൻ കഴിയില്ല. ഇത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഈ ഒരു ശുഭാപ്തി വിശ്വാസം നൽകാൻ വിശുദ്ധ ഹദീസിൽ വന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ചർച്ച ചെയ്യുന്നു. ചില ചരിത്ര സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നു. നൊബൈൽ പ്രൈസ് നേടിയ വെസ്റ്റേൺ എഴുത്തുകാരുടെ, പണ്ഡിതന്മാരുടെ ചില പുസ്തകങ്ങളും അവരുടെ രേഖകളും നമ്മൾ ചർച്ചക്കെടുക്കുന്നു. ഇൻഷാ അല്ലാഹ് ലഭ്യമായ സമയത്തിനുള്ളിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സൂറത്തു സഫിലും സൂറത്തു തൗബയിലും ഒരേപോലെയുള്ള 2 ആയത്തുകൾ അല്ലാഹു തആല നൽകിയിരിക്കുന്നതിന്റെ ആശയം, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ അല്ലാഹു പ്രചരിപ്പിക്കാൻ പോകുന്നു. ആരാർക്കും തടയിടാൻ കഴിയാത്ത വിധം ഇസ്ലാം ഉയരാൻ പോവുകയാണ്. ലോകാവസാനത്തിന്റെ മുമ്പ് അല്ലാഹുവിന്റെ ദീൻ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ശോഭിച്ചു നിൽക്കാൻ പോകുന്നു. ബിഇസ്സി അസീസിൻ ഔ ദില്ല് ദലീൽ. അപമാനം സഹിച്ചുകൊണ്ട് അമുസ്ലിമീങ്ങൾക്ക്, അവിശ്വാസികൾക്ക് അപമാനമായും മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തായും എല്ലാ വീടുകളിലും അല്ലാഹുവിന്റെ പ്രകാശമെത്താൻ പോകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون. ഇസ്ലാമിനെതിരെ വാളോങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുജാദലയിൽ ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ, പിശാച് അവരെ ആധിപത്യം ചെലുത്തിയിരിക്കുന്നു. ഫഅൻസാഹും ദിക്റല്ലാഹ്, സ്രഷ്ടാവായ അല്ലാഹുവിനെ ഓർക്കാൻ പിശാച് അവർക്ക് അവസരം നൽകുന്നില്ല. ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ, അല്ലാഹുവിന്റെ ദീനിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന ആളുകൾ പിശാചിന്റെ സംഘമാണ്. അലാ ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ, പിശാചിന്റെ സംഘം പരാജയപ്പെടുന്നവർ തന്നെ. മുത്തനബി തങ്ങളല്ലോ പറഞ്ഞത്, കമാ ലാ യജ്തനി മിനശ് ശൗകിൽ ഇനബ് കദാലിക ലാ യൻസിലുൽ അബ്റാറു മനാസിലൽ ഫുജ്ജാർ. മുള്ളിൽ നിന്നല്ലല്ലോ മുന്തിരി ലഭിക്കുന്നത്. അതുപോലെ നന്മ ചെയ്യുന്ന ആളുകൾ
തിന്മ ചെയ്യുന്നിടത്തല്ല ഉണ്ടാവുക. നന്മ ചെയ്യുന്ന ആളുകൾ തിന്മ ചെയ്യുന്നവരെ പോലെയല്ല ഉണ്ടാവുക. നന്മയെന്ന് ഉയർന്നു നിൽക്കുന്നു, തിന്മയെ അല്ലാഹു തആല തകർക്കാൻ പോകുന്നു. ഉഹദ് യുദ്ധം നടക്കുമ്പോ അബൂ സുഫിയാൻ അവർ ഇസ്ലാമിന്റെ വിരുദ്ധപക്ഷത്താണ്. ഉഹദ് യുദ്ധം ചൂടുപിടിപ്പിക്കാൻ വേണ്ടി അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു, ഹുബൽ, ഹുബലേ നിനക്കാണ് ഔന്നത്യം, ഹുബലേ നീയാണ് ഉന്നതിയിൽ കിടക്കുന്നത്. ഹുബൽ അവരുടെ ദൈവമാണ്. ഹുബലേ നീ ഉയരട്ടെ എന്ന് പറഞ്ഞപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബികളെ പറഞ്ഞോളൂ, അല്ലാഹു അഅലാ വ അജൽ, അല്ലാഹുവാണ് ഉന്നതൻ, അവനാണ് മഹോന്നതൻ. അപ്പോഴാണ് അബൂ സുഫിയാന്റെ പക്ഷത്ത് നിന്നും ലനൽ ഇസ്സ വലാ ഇസ്സത ലക്കും, ഞങ്ങൾക്കാണ് അഭിമാനം, മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് എന്ത് അഭിമാനം എന്ന് പറഞ്ഞപ്പോഴാ ഹബീബ് മറുപടി പറയാൻ പറഞ്ഞത്, അല്ലാഹു മൗലാനാ വലാ മൗലാ ലക്കും, അല്ലാഹു ഞങ്ങളുടെ സഹായിയാണ്, നിങ്ങൾക്ക് സഹായിയായ ആരുണ്ട് നിങ്ങളുടെ കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ചു, അല്ലാഹു അഅലാ വ അജൽ, സർവേശ്വരനായ അള്ളാഹുവിനെ ജനങ്ങൾ മനസ്സിലാക്കാത്തിടത്ത് നിന്ന് അള്ളാഹുവിനെ തിരിച്ചറിയുന്നൊരു സമയം വരും. ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നൊരു സമയം വരും. പിശാച് മനുഷ്യനെ ശരീരത്തിന്റെ അടിമയായി വ്യഭിചാരത്തിലേക്ക്, മദ്യപാനത്തിലേക്ക്, തോന്നിവാസത്തിലേക്ക് മുഴുവനും തള്ളിവിട്ടിട്ട് ആത്മീയത നഷ്ടമായി വരുമ്പോ ആത്മീയതയ്ക്ക് വേണ്ടി ദാഹിച്ച് ഇസ്ലാമിന്റെ മുമ്പിലേക്ക് ലോകം കടന്നു വരുന്നൊരു സമയം വരാനുണ്ട്. മുത്തനബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് ഹബീബ് പറയുന്നത് കേൾക്കുന്നത്. അൻ സൗബാൻ റളിയല്ലാഹു അൻഹു മൗലാ റസൂലില്ലാഹ്, ഹബീബിന്റെ ഖാദിമാണ്. ഇന്നല്ലാഹ സവാലിയൽ അർള ഫറഅയ്തു മശാരിഖഹാ വമഗാരിബഹാ, അല്ലാഹു ഈ ഭൂമിയെ എന്റെ മുമ്പിൽ ചുരുക്കി തന്നു, ഭൂമിയെ ചുരുക്കി തന്നു, എന്റെ മുമ്പിൽ ഈ ഭൂമിയെ അല്ലാഹു ചുരുക്കി കാണിച്ചു തന്നു. ഫറഅയ്തു, ഞാൻ കണ്ടു, മശാരിഖഹാ വമഗാരിബഹാ, ഭൂമിയുടെ ഈസ്റ്റേൺ രാജ്യങ്ങളും വെസ്റ്റേൺ രാജ്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. വഇന്ന ഉമ്മതി സയബ്ലുഗു മുൽകുഹാ മാ സുവിലി മിൻഹാ, ലോകത്ത് നിന്ന് അല്ലാഹു എന്താണോ എവിടമൊക്കെയാണോ എനിക്ക് കാണിച്ചു തന്നത് അവിടെയെല്ലാം ഇസ്ലാമിന്റെ അധികാരം എത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു അത്ഭുതമാണത്! ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ബൈനമാ നഹ്നു ഹൗല റസൂലില്ലാഹി നക്തുബ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഹബീബിന്റെ വഹി ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുമ്പോ മുത്തുനബി ഞങ്ങളോട് പറഞ്ഞു, ഇത് സുഇല റസൂലുള്ളാഹ്, ഹബീബിനോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയേ, അയ്യുൽ മദീനതൈനി തുഫ്തഹു അവല അൽ ഖുസ്തൻതീനിയ ഔ റൂമിയ, നബിയേ ഏത് നഗരമാണ് ആദ്യം പിടിച്ചടക്കപ്പെടുന്നത്, ഏത് നഗരമാണ് ആദ്യം വിജയിച്ചടക്കപ്പെടുക, കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ അതല്ല റോമാണോ എന്ന് ചോദിച്ചു. അൽ ഖുസ്തൻതീനിയ ഔ റൂമ, റൂമ എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ തലസ്ഥാന നഗരിയായ റോം, റോമാണോ നബിയെ കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ ഇസ്ലാം ആദ്യം ജയിച്ചടക്കുന്നത് എന്ന് ചോദിച്ചു ഒരാൾ വന്ന് നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, ഇസ്ലാം പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് അള്ളാഹുവിന്റെ ദീനെത്തുന്ന ആ വെളിച്ചം പരക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സ്വഹാബി ചോദിക്കുകയാണ്, നബിയെ കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ അതല്ല റോം നഗരമാണോ, ഏതാണ് ആദ്യം മുസ്ലിമീങ്ങൾ ജയിച്ചടക്കുന്നത് എന്നൊരു ചോദ്യം. മദീനയിലാണ് ചോദ്യം നടന്നത്. മുത്തുനബി തങ്ങൾ മറുപടി കൊടുത്തു. വഹീന്റെ വെളിച്ചത്തിൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, മദീനത്തു ഹിറഖിൽ തുഫ്തഹു അവ്വലാ, ഹിറഖിലിന്റെ നഗരമാണ് ആദ്യം ജയിച്ചടക്കപ്പെടുന്നത്, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ. നമ്മൾ ഇന്ന് തുർക്കി എന്ന് പറയുന്ന പ്രദേശം, തുർക്കിയാണ് ആദ്യം ജയിച്ചടക്കപ്പെടുന്നത്. പിന്നെയാണ് റോം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇന്നേ വരെ അത് സംഭവിച്ചിട്ടില്ല, ഒന്നേ സംഭവിച്ചിട്ടുള്ളൂ, കോൺസ്റ്റാന്റിനോപ്പിൾ കടന്നു വന്നു. എത്ര കൊല്ലങ്ങൾക്ക് ശേഷം എന്നറിയോ? ഹബീബായ നബി തങ്ങൾ ലോകത്ത് നിന്ന് വഫാത്തായി പോയതിന്റെ ശേഷം 800 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഹബീബിന്റെ വാക്ക് പുലർന്നത്. 800 കൊല്ലം. ഹിജ്റ 857 ജുമാദൽ അവ്വൽ 20 ചൊവ്വാഴ്ച ദിവസമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കപ്പെടുന്നത്. അതായത് ക്രിസ്തുവർഷം 1453, 600 കൊല്ലങ്ങൾക്ക് മുമ്പ്. നമ്മുടെ ബേക്കോട്ട് കണക്ക് കൂട്ടിയാൽ ഒരു മെയ് 29
ചൊവ്വാഴ്ച ദിവസം മഹാനായ ഇസ്ലാമിക ജേതാവ്, ലോകം കണ്ട പ്രഗത്ഭനായ നേതാവ് മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു 23 വയസ്സുള്ളപ്പോഴാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിച്ചു. ഇനി പറയുന്നു റോം വിജയിക്കും, റോമിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കടന്നു വരുമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിളും വരുമെന്ന് പറഞ്ഞു. ആദ്യം കോൺസ്റ്റാന്റിനോപ്പിൾ, പിന്നെ റോം നഗരം. ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം നടന്നിട്ട് 600 കൊല്ലമേ കഴിഞ്ഞിട്ടുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു റോം ഇസ്ലാമിലേക്ക് കടന്നു വരും. പാശ്ചാത്യ നാടുകൾ അന്ധമായ ശരീരത്തിന്റെ ആരാധനയിൽ നിന്ന്, മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിക്കണമെന്ന് പറയുന്ന അന്ധമായ ഭൗതികതയിൽ നിന്ന് തെന്നിമാറി ഇസ്ലാമിന്റെ സനാതനമായ മഹത്വമായ ആത്മീയതയുടെ മാർഗത്തിലേക്ക് ലോക രാജ്യങ്ങൾ കടന്നു വരാനിരിക്കുന്നു എന്ന സൂചനയാണ്. റോം നഗരം ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്ന് ഹബീബിന്റെ ഈ വിശുദ്ധമായ ഹദീസ് പറഞ്ഞു തരുന്നത്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ على رأس كل 100 سنة من يجدد لها دينها. ഓരോ 100 വർഷം കഴിയുമ്പോഴും ഈ ഉമ്മത്തിന് അല്ലാഹു മുജദ്ദിദീങ്ങളെ കൊണ്ടുവരും. ഇസ്ലാമിനെ ഉണർത്താൻ ചില ആളുകളെ കൊണ്ടുവരും, മുജദ്ദിദീങ്ങൾ. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ ശംസുൽ ഉലമ ചെയ്ത ഏറ്റവും വലിയ ത്യാഗം ഈ ഉമ്മത്തിന് ആത്മീയതയുടെ മാർഗം വെട്ടിത്തുറന്നു കൊടുത്ത, ആത്മീയതയുടെ മാർഗത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോയ മഹാനായ ശംസുൽ ഉലമയെ മുജദ്ദിദ് എന്ന് പണ്ഡിതന്മാർ ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ 100 കൊല്ലം തികയുമ്പോഴും മുജദ്ദിദീങ്ങൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന് ഒരു തകർച്ച വരുമ്പോ, ഇസ്ലാമിന് ഒരു തളർച്ച വരുമ്പോ, ഇസ്ലാമിന് ഒരു ക്ഷീണം വരുമ്പോ ഉണർത്താനും ഇസ്ലാമിനെ ഉയർത്തി കാണിക്കാനും ഓരോ 100 കൊല്ലത്തിലും ഒരു മുജദ്ദിദിനെ അള്ളാഹു ഓരോരോ ഭാഗങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇസ്ലാം ഉണർന്നു വരും, ഇസ്ലാം വിജയിച്ചു വരുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന സൂചനയാണത്. ഹബീബായ തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ഹത്താ തഖൂമ അസ്സാഅ. ലോകാവസാനം അടുക്കുന്നവരെ ഒരു വിഭാഗം ആളുകൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആരെല്ലാം എന്തെല്ലാം ആക്ഷേപിച്ചാലും, എന്തെല്ലാം പരിഹസിച്ചാലും, എത്രയെല്ലാം ആക്രമിച്ചാലും കടന്നാക്രമിച്ചാലും ഒരു വിഭാഗം ആളുകളെ സത്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത വിധം ലോകാവസാനം വരെ നന്മയുടെ കൊടി പിടിച്ചൊരു വിഭാഗം ഇവിടെ നിലനിൽക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഘത്തെ ഏറ്റെടുക്കുന്നത് ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു ആയിരിക്കും. അതിൽ പിന്നെ സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. അതുകൊണ്ട് ഈ ഉമ്മത്തിന് വിജയമുണ്ടെന്ന ശുഭാപ്തി വിശ്വാസം ഹബീബ് തുടരെ നമുക്ക് തന്നു. ഹബീബ് പറയുമായിരുന്നു, മസലു ഉമ്മത്തി മസലുൽ മത്വർ. ഈ ഉമ്മത്തിന്റെ ഉദാഹരണം ഒരു മഴയെ പോലെയാണ്. ലാ യദ്രി അവ്വലുഹു ഖൈറുൻ അം ആഖിറുഹു. ഒരു മഴ പെയ്യുമ്പോ ആ മഴയുടെ തുടക്കമാണോ നല്ലത്, ഒടുക്കമാണോ നല്ലത്? രണ്ടും നല്ലതാണ് എന്നതുപോലെ എന്റെ ഉമ്മത്തിന്റെ ആദ്യവും എന്റെ ഉമ്മത്തിന്റെ അവസാനവും ഒരു മഴ പോലെ മുഴുവനും നന്മയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ ഇന്ത്യക്കാർക്ക് അഭിമാനം നൽകുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇസാബതാനി മിൻ ഉമ്മതി അഖ്റജഹുമുല്ലാഹു മിനന്നാർ. 2 വിഭാഗം ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വിഭാഗം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരാണ്. അതിന് ഹദീസ് പണ്ഡിതന്മാർ കൊടുക്കുന്ന അർത്ഥം, ലാ യദ്ഖുലാനിന്നാർ അബദാ. ഒരിക്കലും അവർ നരകത്തിൽ പോവില്ല. ആരാണ് ആ 2 വിഭാഗം എന്നറിയുമോ? ഇസാബത്തുൻ തഗ്സുൽ ഹിന്ദ് വ ഇസാബത്തുൻ തകൂനു മഅ ഈസ ഇബ്നു മറിയം. ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് ഇസ്ലാമിന്റെ സുന്ദര വെളിച്ചവുമായി കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകൾ, അവരും ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ജൂതന്മാർക്കെതിരെ പടപൊരുതുന്ന മുസ്ലിമീങ്ങളിൽ ഔലിയാക്കന്മാരായ മുഅ്മിനീങ്ങൾ അണിനിരത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം നടത്തുന്ന ആ ഒരു മഹായുദ്ധത്തിൽ ചേരാൻ പോകുന്ന ആ സംഘവും ഇന്ത്യയിലേക്ക് ദഅവത്തിന് വരുന്ന സംഘങ്ങളും, ഈ 2 സംഘത്തെയും നരകം തൊടുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണെന്നതിന്റെ പേരിൽ ഇസ്ലാമിനെ തകർക്കാൻ പോകുന്നില്ല. മുസ്ലിമീങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണെന്നതിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ കഴിയില്ല.
ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം പോലും ഇസ്ലാമിന്റെ വെളിച്ചം ലഭിക്കാൻ പോകുന്ന അള്ളാഹുവിന്റെ പ്രഭയിൽ, ദീനിന്റെ പ്രഭയിൽ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന ഏറ്റവും സുവർണമായൊരു കാലഘട്ടം ഭാരതത്തിന് കടന്നു വരാൻ പോകുന്നുവെന്ന് വഹയിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇസാബതാൻ ലാ തദ്ഖുലാനിൻ നാർ, ഇസാബതാനി മിൻ ഉമ്മതി അഖ്റജഹുമുല്ലാഹു മിനൻ നാർ. നരകത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്ന രണ്ട് വിഭാഗം. ഒന്ന് ഇസാബത്തുൻ തഗ്സുൽ ഹിന്ദ്, ഭാരതത്തിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകൾ, ഭാരതത്തിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചവുമായി കടന്നു വരുന്നവർ. അതൊരു പക്ഷേ മഹാനായ മാലിക് ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ശേഷം വന്ന താബിഈങ്ങളും അവരോടൊപ്പമുണ്ടായിരുന്ന സ്വഹാബികളും നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ ആരൊക്കെയാണോ ഇസ്ലാമിന്റെ വെളിച്ചം ഇന്ത്യയിൽ കൊണ്ടുവന്നത്, അവർക്ക് അല്ലാഹു നരകം കൊടുക്കുകയില്ല, അവരെ അല്ലാഹു നരകത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടുത്തി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാരതത്തെ നബി തങ്ങൾ അന്ന് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പ്രഭ വരുമെന്ന് അറേബ്യയിൽ വെച്ച് കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു സംഘം വഇസാബത്തുൻ തഖൂനു മഅ ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ യുദ്ധം ചെയ്യുന്ന, ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സായുടെ മോചനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഈസാ നബി വരുന്നത് മുസ്ലിമിന് സന്തോഷമല്ലേ? ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്ന് പുലർന്നു കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈസ നബി വരുമെന്ന് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഇറങ്ങി വരുമെന്ന് മുസ്ലിമീങ്ങൾക്ക് മുത്തുനബി തങ്ങൾ സന്തോഷ വാർത്ത തന്നു. മുത്തുനബി തങ്ങൾ പറഞ്ഞുവല്ലോ, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ വഅദ്ലാ. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം, മറിയം ബീവിയുടെ പുത്രൻ, മുത്തുനബിക്ക് തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ റസൂൽ, ഇഞ്ചിയിൽ നൽകപ്പെട്ട പ്രവാചകൻ, ബൈബിൾ എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന അല്ലാഹു തആല ആദ്യം ഇറക്കി കൊടുത്തൊരു ഇഞ്ചിയിലുണ്ട്. മുഹറഫല്ലാത്ത, അല്ലാഹുവിൽ നിന്നുള്ള ശുദ്ധമായ റെവലേഷൻ, അല്ലാഹു നൽകുന്ന ദിവ്യബോധനം, ആ കിതാബ് ലഭിച്ച ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം നിങ്ങളിൽ കടന്നു വരിക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ വഅദ്ലാ. നീതിമാനായി മുസ്ലിമീങ്ങൾക്ക് നീതി നഷ്ടപ്പെടുന്ന ഒരു കാലത്ത്, യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ, ലോകത്ത് നീതി നിറക്കാൻ വരുന്ന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഫയക്സിറുസ് സ്വലീബ്, ഈസാ നബി എന്ത് ചെയ്യുന്ന പറഞ്ഞത്? കുരിശ് തകർക്കുകയും, വയഖ്തുലുൽ ഖിൻസീർ, പന്നികളെ കൊന്നൊടുക്കുകയും, വയലഉൽ ജിസിയ, ഇവിടെ ജിസിയ നടപ്പാക്കുകയും ചെയ്യുന്നൊരു സമയം വരാനിരിക്കുന്നു. വയഫീദുൽ മാൽ, സമ്പത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആർക്കെങ്കിലും കൊടുത്താൽ ഹത്താ ലാ യഖ്ബലഹു അഹദ്, എനിക്ക് പൈസ വേണ്ട എന്ന് ആളുകൾ തള്ളിക്കളയുന്ന, പൈസ വേണ്ട, അത്രത്തോളം പണപ്പെരുപ്പമുണ്ടാവുകയും പൈസ ഇഷ്ടം പോലെ ഒഴുകുകയും ചെയ്യുന്നൊരു കാലം വരും. ഹത്താ തകൂന സജദത്തുൽ വാഹിദ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകത്തെ സർവ്വതിനേക്കാളും ഒരു സുജൂദ് ഏറ്റവും വലിയ വിലമതിക്കാനാവാത്ത ഏറ്റവും വലിയ നന്മയായി മാറുന്ന കാലം. ഒരു സുജൂദ്, അല്ലാഹുവിൽ അകന്ന് ജീവിക്കുന്ന ആളുകൾ ഒരു സുജൂദിന് വേണ്ടി ദാഹിക്കുന്ന കാലം ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലം. തൂബാ ലിഐഷിൻ ബഅദൽ മസീഹ്, ഈസാ നബി അലൈഹിസ്സലാം വന്നതിന്റെ ശേഷമുള്ള കാലം എന്തൊരു മനോഹരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു രസമുള്ള കാലമായിരിക്കും ഈസാ നബിയുടെ വരവിന് ശേഷം. ആകാശത്തോട് മഴ പെയ്യാൻ പറയും, യുഅ്ദനു ബിസ്സമാഇ ബിൽ ഖതർ, ആകാശത്തോട് മഴ പെയ്യാൻ പറയും, മഴ പെയ്യുന്നു. വയുഅ്ദനു ലിൽ അർളി ബിൻ നബാത്ത്, ഭൂമിയെ ചെടികൾ മുളപ്പിക്കട്ടെ എന്ന് പറയും. ഭൂമിയിലുടനീളം കൃഷി, എല്ലായിടത്തും പച്ചപ്പ്. ഹത്താ ലൗ ബുദിറത് ഹബ്ബത്തുൻ അലസ്സഫാ ലനബതത്, പാറക്കെട്ടായി കിടക്കുന്ന, പാറയായി കിടക്കുന്ന സഫാ കുന്നുകളിൽ പോലും ഒരു വിത്ത് വിതറിയാൽ മുളക്കുന്ന കാലമാണ് ഈസ നബിയുടെ കാലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരുന്നു. വഹത്താ യമുറ റജുലു അലൽ അസദി ഫലാ യദുറു, സിംഹത്തിന്റെ കൂടെ മനുഷ്യൻ നടന്നാൽ സിംഹം ഉപദ്രവിക്കാത്ത കാലം.
ഒരു പാമ്പിനെ ചവിട്ടിയാൽ ആ പാമ്പ് ഉപദ്രവിക്കാത്ത കാലം വരുന്നു. കൊച്ചുമക്കൾ പാമ്പിനെ പിടിച്ചു കളിക്കും, പക്ഷേ പാമ്പുകൾ അവരെ ഉപദ്രവിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലം ഈസ നബിയുടെ വരവിന് ശേഷം ഇവിടെയുണ്ട്. തൂബാ ഐഷിൻ, അതെന്തൊരു മനോഹരമായ കാലഘട്ടമായിരിക്കുമെന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നൽകുന്ന ഈ ഒരു സുവിശേഷം സന്തോഷ വാർത്തകളിലൂടെ ഒരൊറ്റ വിഷയം നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാം ഉയരാൻ പോവുകയാണ്. ഇസ്ലാമിന് ഇനി ഉയർച്ചയുടെ കാലമാണ്. ലോക സംസ്കാരങ്ങൾ മുഴുവനും തകർന്നിടന്ന് ഇസ്ലാമിലേക്ക് ലോക കൾച്ചർ തിരിച്ചു വരുന്നൊരു കാലം. മുമ്പ് അറബികളിൽ നിന്നാണ് കൾച്ചർ ഉണ്ടായത്, അറബികളിൽ നിന്നാണ് സയൻസ് ഉണ്ടായത്. അതൊക്കെ നമുക്കിപ്പോ നഷ്ടമായി. ഇനി അത് മുസ്ലിമിന് തിരിച്ചു വരും എന്ന് വിശുദ്ധമായ ഹദീസിലൂടെയും ഖുർആനിലൂടെയും പഠിപ്പിക്കുകയാണ്. എന്തേ കാരണം എന്നറിയോ? ലോകത്ത് നടക്കുന്ന അതിക്രമങ്ങളാണ് അതിന്റെ കാരണം. അതിക്രമങ്ങൾക്ക് പകരം അള്ളാഹു നന്മയാണ് കൊണ്ടുവരാൻ. ഒന്ന്, അള്ളാഹു മാറ്റം ഉദ്ദേശിക്കുന്നു. എങ്ങനത്തെ മാറ്റം? നന്മയ്ക്ക് വേണ്ടിയുള്ള മാറ്റം. നമ്മുടെ ബക്കറ്റ് സംഘാടകർ വരുന്നുണ്ട്, എല്ലാവരും സഹായിക്കണം. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. ആമീൻ. സമയക്കുറവ് കൊണ്ട് ഞാൻ വളരെ ധൃതിയിൽ ഓടിച്ചു പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാർഡ് കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടാവും. ആണുങ്ങൾ കൊടുത്തിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് 1000 രൂപ എടുക്കാത്ത നോട്ടാണെങ്കിലും പറ്റുമല്ലേ? ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അപ്പൊ ധൈര്യമായിട്ട് കൊടുക്കാലോ. അപ്പോ എന്തായാലും കൊടുത്ത് സഹായിക്കുന്ന അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട ബാവാട് ഉസ്താദ് അവറുകൾ, ഉസ്താദിൻ്റെ ഒരു പരിപാടി കൂടെ ഉണ്ട്. ഉസ്താദ് പോവാണ്. അപ്പോൾ അവന് സൗകര്യം ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഈ ഉമ്മത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഒരു മാറ്റത്തിന് വിധേയമാവണം. ഖുർആൻ തന്നെ പറയട്ടെ, സൂറത്തുൽ അൻഫാൽ, ذلك بأن الله لم يكن مغيرا نعمة أنعمها عليهم ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. അള്ളാഹു നമുക്കൊരു അനുഗ്രഹം തന്നത് അള്ളാഹു എടുത്തു കളയുകയാണെങ്കിൽ നമ്മളിൽ വരുത്തിയ മാറ്റം കൊണ്ടല്ലാതെ അള്ളാഹു ഒരു സമാധാനം എടുത്തു കളയുന്നില്ല. അള്ളാഹു ഒരു സമൂഹത്തിന്റെ രക്ഷയും സുരക്ഷയും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ആരാധനാകർമ്മങ്ങളിൽ നമ്മൾ വരുത്തുന്ന മാറ്റം കൊണ്ടല്ലാതെ അല്ലാഹു തആല അവന്റെ ചര്യയിൽ മാറ്റം വരുത്തുന്നില്ല. അപ്പോ നമുക്കൊരു ആത്മവിചിന്തനത്തിന്റെ സമയമാണത്. കദഅബി ആലി ഫിർഔൻ വല്ലദീന മിൻ ഖബ്ലിഹിം, ഫറോവയെ പോലെ, ഫറോവയുടെ ആടുകളെ പോലെ, കദ്ദബൂ ബിആയാതി റബ്ബിഹിം, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഫറോവയും അവന്റെ ആളുകളും വിശ്വസിക്കാതെ വന്നപ്പോ ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, അവർ ചെയ്ത പാപങ്ങൾ കാരണം ഫറോവയെയും ആളുകളെയും നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. ഫറോവയെ നശിപ്പിക്കാൻ കാരണം പറഞ്ഞത് ബിദുനൂബിഹിം, അവർ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ്. وأغرقنا آل فرعون وكلا كانوا ظالمين. അക്രമം ചെയ്ത ആളുകളെ അല്ലാഹു നശിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുസ്ലിം അക്രമിയായിക്കൂടാ, നാം പാപികളായി ജീവിച്ചുകൂടാ. പാപങ്ങൾ സംഭവിച്ചാൽ ഉടനെ തൗബ ചെയ്യുകയും പാപങ്ങളിൽ നിന്ന് പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ച് എല്ലാ കഴിവും ഉപയോഗിച്ച് വിട്ടുനിൽക്കുകയും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാഹു നമ്മളതിന് സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് മാത്രമല്ല, അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് മനസ്സമാധാനം അള്ളാഹു നൽകുകയില്ലെന്ന് പറഞ്ഞു. പാശ്ചാത്യൻ സംസ്കാരം നമ്മുടെ വീടുകളിലേക്ക് TV സ്ക്രീനിലൂടെ കടന്നു വരുന്നത്, ഇന്റർനെറ്റിലൂടെ കടന്നു വരുന്നത്, മറ്റു മീഡിയകളിലൂടെ കടന്നു വരുന്നത് ഏറ്റവും കടുത്ത ഭീഷണിയോടുകൂടെയാണ്. ഏറ്റവും കടുത്ത ഭീഷണിയാണ്.
നമ്മുടെ സംസ്കാരവും നമ്മുടെ മക്കളും നമ്മുടെ തലമുറകൾ നശിക്കാൻ നമ്മുടെ TV സംസ്കാരം മാത്രം മതി. അത് മാത്രം മതി. എത്ര നിസ്സാരമായിട്ടാണ് ആളുകൾ അതിനെ കാണുന്നത് എന്നതാണ് വലിയ അത്ഭുതം. നമ്മുടെ ടിവികൾ കൊടുക്കുന്ന സംസ്കാരം മനുഷ്യന്റെ ഉള്ളിൽ ഗോപ്യമായി കിടക്കുന്ന വൈകാരികതയെ ഉണർത്താനും അന്യ ഒരു പുരുഷനോട് പ്രേമം തോന്നിക്കാൻ പെണ്ണിനെയും അന്യൊരു പെണ്ണിനേക്ക് കണ്ണുയർത്താൻ ഒരു ആണിനെയും പ്രേരിപ്പിക്കുന്ന വിധം വ്യഭിചാരത്തിലേക്ക് ഓർമ്മിപ്പിക്കാൻ, വ്യഭിചാരം സംസ്കാരമായി കൊണ്ടു നടക്കാനല്ലയോ നമ്മുടെ TV സംസ്കാരങ്ങൾ അതിൽ ബഹുഭൂരിപക്ഷം ഉപകരിക്കുന്നത്. മറ്റെന്തിനാ? അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون. അല്ലാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന ആളുകൾ, കാരുണ്യവാനെ ഒരു ദിവസം പോലും ഓർക്കാതെ ജീവിക്കുന്നവർ, അവർക്കൊരു കൂട്ടുകാരനെ നാം കൊടുക്കും. അത് പിശാച്ചായിരിക്കും. പിശാച്ച് അവന്റെ കൂട്ടുകാരനാ. ഒരു കള്ളുകുടിയന്റെ കൂടെ ഒരു പിശാച്ചുണ്ട്, ഒരു വ്യഭിചാരിയുടെ കൂടെ ഒരു പിശാച്ചുണ്ട്, തിന്മ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ഒരു പിശാച്ചുണ്ട്. ആ പിശാച്ച് ഇന്നഹും ലയസുദ്ദൂനഹും അനിസ്സബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. നന്മയിൽ നിന്നവരെ തടഞ്ഞു വെക്കുകയും അവർ പോകുന്ന മാർഗം ശരി തന്നെയാണെന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വിധം പിശാച് അവരെ വഴിതെറ്റിക്കും. അള്ളാഹുവിനെ ഓർക്കാത്തവർ. അള്ളാഹു എന്ത് കൊടുക്കുന്ന പറഞ്ഞത് സൂറത്ത് ത്വാഹയിൽ, വമൻ അഅറദ അൻ ദിക്രി, എന്നെ ഓർക്കാതെ നടക്കുന്നവർ, ഫഇന്ന ലഹു മഈശതൻ ദൻകാ, സങ്കുചിതമായ ജീവിതമാണ് അവർക്ക് വരാൻ പോകുന്നത്. മനസ്സമാധാനം അല്ലാഹു നൽകൂല, മനസ്സമാധാനം നൽകൂല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ പരലോകത്ത് കണ്ണ് കാണാത്തവരായിട്ടാണ് അല്ലാഹു അവരെ ഹാജരാക്കുന്നത്. അവർ പറയും, പടച്ചവനെ, ഞങ്ങൾക്ക് ഭൂമിയിൽ കണ്ണുണ്ടായിരുന്നല്ലോ, എന്തേ ഞങ്ങളെ ഇപ്പൊ അന്ധന്മാരാക്കിയത്? كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. എന്നെപ്പറ്റി പറഞ്ഞപ്പോഴേ നീ എന്തേ എന്നെ ഓർക്കാതിരുന്നത്? അന്ന് നീ എന്നെ മറന്നില്ലേ? അതുകൊണ്ട് നിന്റെ കാര്യം ഞാൻ ഇന്ന് മറന്നിരിക്കുന്നു എന്ന് അല്ലാഹു അവരോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പാപികളായ ആളുകൾക്ക് സങ്കുചിതമായ ജീവിതം, അള്ളാഹുവിനെ ധിക്കരിച്ചു നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പരാജയം, പിന്നെ ആഡംബരത്തിൽ ദുൽമ ചെയ്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ മതിമറന്ന ആളുകൾ, ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ഒരിക്കലും തന്നെ അക്രമം ചെയ്യുന്നവർ വിജയിക്കുന്നില്ലല്ലോ. ഫഖുതിഅ ദാബിറുൽ ഖൗമിൽ ലദീന ളലമൂ, നിബിധങ്ങൾ പറയാം, അന്ത്യനാൾ വരുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ യകൂനു ഫിൽ ഖൗമി യകൂനു ഫിൽ ഖബീലതി അദല്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ ചത്തുകിടക്കുന്ന ആടിനേക്കാളും നിന്ദ്യനായി മാറുന്നൊരു കാലം വരുന്നു. ഭരണകൂടങ്ങൾ മുസ്ലിം വെടിയേറ്റ് മരിച്ചാൽ ഒരു വിഷയമല്ല, അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു കാലം വരുന്നു. എത്ര മുസ്ലിമീങ്ങളെയാണ് ജയിൽ ചാടിയെന്നും പറഞ്ഞു പച്ച നുണയുണ്ടാക്കി തീവ്രവാദികളാണെന്ന് പറഞ്ഞ് പട്ടാളക്കാരുമായി ഏറ്റുമുട്ടലിൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. നിരപരാധികളായ പച്ച പാവ മനുഷ്യന്മാരെ പോലീസുകാർക്ക് ഹയർ റാങ്ക് കിട്ടാൻ വേണ്ടി വെടിവെച്ചിട്ടെ അവിടെ ഒരു മൽപ്പിടുത്തം നടന്നു എന്ന് പച്ച നുണ പറഞ്ഞുണ്ടാക്കുന്ന കാലം. എത്ര ഫേക്ക് എൻകൗണ്ടേഴ്സ്! ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത്രയും ദുൽമ നടക്കുന്ന, ദുൽമിന് വിധേയരാകുന്ന ഒരു സമൂഹം ലോകത്തെ വേറെ എവിടെയാ ഉള്ളത്? ഈ ഉമ്മത്തല്ല. മുസ്ലിമീങ്ങളായ ആളുകളിൽ 7 ലക്ഷത്തോളം കുരുന്നുമക്കൾ, യുണൈറ്റഡ് നേഷൻസിന്റെ കണക്ക് പ്രകാരം 7 ലക്ഷത്തോളം കുരുന്നുമക്കൾ മുസ്ലിമീങ്ങളായ ആളുകൾ പട്ടിണി പാവങ്ങളായി ഇറാഖിലും ഫലസ്തീനിലുമായി മരിച്ചു വീണിട്ടുണ്ട്. ആരെങ്കിലും കരയാനുണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും അവർക്ക് വേണ്ടി ശബ്ദിക്കാനുണ്ടായിട്ടുണ്ടോ? പൂച്ചകൾക്ക് വേണ്ടി സംഘടനകളുണ്ട്, തെരുവ് നായകൾക്ക് വേണ്ടി ഇവിടെ സംഘടനകളുണ്ട്. മരിച്ചു വീഴുന്ന ഇസ്ലാമിന്റെ മക്കൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിക്കാൻ എന്ന് തയ്യാറുണ്ടോ? ഇതാണ് അത്ഭുതം. കാട്ടിൽ കിടക്കുന്ന കുരങ്ങിന്റെ കാലിന് വല്ല മുറിവേറ്റാൽ
5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലുകളുണ്ട്, പക്ഷികൾക്ക് ഹോസ്പിറ്റലുകളുണ്ട്, മൃഗങ്ങൾക്കുണ്ട്. മനുഷ്യന് മുസ്ലിമിന് എന്ത് പരിഗണനയാണ് കൊടുക്കുന്നത്? അങ്ങനത്തെ ഒരു കാലമായില്ലേ? ഈ ദുൽമിൽ നിന്ന് അല്ലാഹു ഈ ഉമ്മത്തിന് മോചനം കൊടുക്കാൻ പോകുന്നു. وَكَذَلِكَ أَخْذُ رَبِّكَ إِذَا أَخَذَ الْقُرَى وَهِيَ ظَالِمَةٌ إِنَّ أَخْذَهُ أَلِيمٌ شَدِيدٌ. സ്വന്തം മോനെ ഭാരതത്തിന്റെ ആർമിയിലേക്ക്, പട്ടാളത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ഭാരതത്തിന് സേവനം ചെയ്യാൻ പറഞ്ഞുവിട്ട ഒരു പിതാവിനെയാണ് പശുമാംസം ഭക്ഷിച്ചു എന്നതിന്റെ പേരിൽ നായകൾ അടിച്ചു കൊല്ലുന്ന പോലെ പ്രഹരമേൽപ്പിച്ച് കൊന്നുകളഞ്ഞത്. ഈ രാജ്യസ്നേഹം കാണിക്കുന്ന ഒരു പിതാവിനെ, മുസ്ലിമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കന്നുകാലികളെ കയറ്റിക്കൊണ്ടുപോയ മനുഷ്യനെ കൊന്നുകളഞ്ഞത്. പിന്നെ മനസ്സിലായി മുസ്ലിമല്ലെന്ന്. സുബ്ഹാനല്ലാഹ്. അതല്ല, മുസ്ലിമായ മനുഷ്യൻ നിന്യനായി നിസ്സാരനായി മാറുന്നൊരു കാലം അന്ത്യനാളിൽ ഇസ്ലാമിന്റെ വിജയത്തിന് മുമ്പ് വരുന്നെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അക്രമങ്ങൾക്ക് അറുതി വരാൻ പോകുന്നു. മുസ്ലിമീങ്ങൾക്കെതിരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഈ അറ്റാക്കുകൾക്ക് മുഴുവനും അറുതി വരാൻ പോകുന്നു. എന്തുകൊണ്ട്? അക്രമം നടത്തുന്ന ഒരു സമൂഹത്തെയും അള്ളാഹു ലോകത്ത് ബാക്കി വെച്ചിട്ടില്ല. ഏത് സാമ്രാജ്യങ്ങളാവട്ടെ, ഏത് ഭരണകൂടങ്ങളാകട്ടെ, അക്രമികളെ അള്ളാഹു കുറെ നേരം വെച്ച് നിൽക്കില്ല. കുറച്ചു നേരം അവർക്ക് അള്ളാഹു അവസരം കൊടുക്കും, നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് കാണാൻ. ലോക സംസ്കാരത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന പാശ്ചാത്യന്മാർ, വ്യഭിചാരം പ്രോത്സാഹിപ്പിക്കുന്നവർ, സ്വവർഗഭോഗം പ്രോത്സാഹിപ്പിക്കുന്നവർ, ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ടി ഹോമോസെക്ഷലുകൾക്ക് സംഘടനകൾ ലീഗലി അവരെ അംഗീകരിക്കണമെന്ന് പറയുന്നവർ, രാജ്യത്തവർക്ക് അവകാശം വേണമെന്ന് പറയുന്നവർ, ഈ സംസ്കാരമാണോ മുസ്ലിമേ, മുഅ്മിനേ? അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ലോകത്തിന്റെ പ്രഭയായ റഹ്മത്തായ ഹബീബിന് ഇറക്കി കൊടുത്ത വിശുദ്ധമായ ഇസ്ലാം എന്ന അല്ലാഹുവിന്റെ തത്വസംഹിതകൾക്കുമേൽ നമ്മൾ വെച്ചുകെട്ടുന്നത് പാശ്ചാത്യന്റെ ചീഞ്ഞാറിയ സംസ്കാരമാണോ? വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. സൊഡോം ഗൊമൊറ എന്ന് പറയുന്ന 2 നഗരങ്ങളെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ തീരത്ത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നശിപ്പിച്ച അല്ലാഹു ആ സമൂഹം ചെയ്ത തിന്മ എന്ന സ്വർഗ്ഗഭോഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. ഇതുപോലെ തോന്നിവാസം ചെയ്യുന്ന സമൂഹത്തിന് നമ്മുടെ ശിക്ഷ വിദൂരമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ പോകുന്ന, അള്ളാഹുവിന്റെ ദീനിന് വിജയം നൽകാൻ പോവുകയും അക്രമവും അരാജകത്വവും അവസാനിച്ച് മനുഷ്യന് നന്മയുടെ പ്രഭ വരാൻ പോകുന്ന കാലം വിദൂരമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ചില സുന്നത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളുണ്ട് ഇവിടെ. ഒരിക്കലും തിന്മ ചെയ്യുന്നൊരു സമൂഹത്തിന് വിജയം അള്ളാഹു നൽകിയിട്ടില്ല. തിന്മ ചെയ്യുന്നൊരു സമൂഹം എന്താ പറയേണ്ടത്? 53 മില്യൺ കുഞ്ഞുങ്ങൾ ഈ അടുത്ത് ഭ്രൂണത്തിലൂടെ ഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ട് പാശ്ചാത്യ നാടുകളിൽ. 53 മില്യൺ കുഞ്ഞുങ്ങൾ വ്യഭിചാരത്തിലൂടെ ഗർഭധാരണമുണ്ടായിട്ട് ഗർഭം അലസിപ്പിച്ച 53 മില്യൺ. സുബ്ഹാനല്ലാഹ്, എത്രയാണത്? 53 മില്യൺ കുഞ്ഞുങ്ങൾ. ഇദാ കസുറ ഔലാദുസ്സിന, വ്യഭിചാരത്തിൽ ജനിക്കുന്ന മക്കൾ വർദ്ധിക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം വേണ്ട എന്ന് പറയുന്ന പാശ്ചാത്യൻ സംസ്കാരം ഇതൊക്കെ അല്ലാഹു വെച്ചു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത കാലം, സ്വന്തം ചോര ബന്ധമുള്ള ആളുകളെ വിവാഹം കഴിക്കുന്ന കാലം, സ്പേം ബാങ്കുകളിൽ പോയിട്ട് ഏത് പുരുഷന്റെയും സ്പേം സ്വീകരിച്ച് ഗർഭം ധരിച്ച് ഏത് കുഞ്ഞിനും വാപ്പയില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഒരു പാരമ്പര്യം പാശ്ചാത്യ നാടുകളിൽ കടന്നു വന്നിരിക്കുന്നു. ഈ ഒരു സംസ്കാരത്തെ അവരുടെ ആളുകൾ തന്നെ, ഇംഗ്ലീഷുകാരനായ എഴുത്തുകാരൻ ആസ്ബോൺ, അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായൊരു പ്രഖ്യാപനമുണ്ട്. We are dead. ഞങ്ങൾ മരിച്ചവരാണ്. Drunk and losers. ഞങ്ങൾ കള്ളുകുടിയന്മാർ, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർ. We are intoxicated. ഞങ്ങൾ മയക്കുമരുന്നിന് അടിമകൾ. Mad and stupid. ബുദ്ധിയില്ലാത്തവർ, യുക്തിയില്ലാത്തവർ. And mean. ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ഏതെങ്കിലും ഒരു എഴുത്തുകാരനല്ല പറഞ്ഞത്. തന്റെ ഈ പരിപാടിയിൽ 6
60 ലക്ഷത്തോളം പാശ്ചാത്യന്മാർ സമ്മേളിച്ച ഒരു മഹാസമ്മേളനത്തിൽ വെച്ചാണ് എഴുത്തുകാരനായ അസ്ബോൺ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പ്രഖ്യാപിച്ചത്. നമ്മൾ പറയാ അവർ വലിയവരാണെന്ന്. നമ്മുടെ മക്കൾ ഹിജാബ് വലിച്ചൂരി നടക്കുക, നമ്മുടെ കുട്ടികൾ അവർ കൊടുത്തുവിടുന്ന മ്യൂസിക്കുകൾ, റാപ്പ് മ്യൂസിക്കുകൾ, വെസ്റ്റേൺ മ്യൂസിക്, അതിനടിമകളായി നമ്മുടെ മക്കൾ മാറുന്നത്. സുബ്ഹാനല്ലാഹ്. ലോകത്ത് ബുദ്ധിയുള്ള സർവ്വ ആളുകളും ഈ സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞവരാണ്. മുസ്ലിം പറയുമ്പോ പറയും അവർ ഇസ്ലാമിന്റെ വീക്ഷണം മാത്രം പറയുകയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് കുറച്ച് എഴുത്തുകാരെ സംബന്ധിച്ചാണ്. അതായത് ജെയിംസ് പച്ചേഴ്സൺ, അതുപോലെ തന്നെ ഡൈസർ ജം, 2 പ്രഗത്ഭരായ എഴുത്തുകാർ. അവര് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, The Day America Admitted the Reality. അമേരിക്കൻ സംസ്കാരം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ദിവസം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ന്യൂയോർക്കിൽ 1991 പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം ഡോക്ടർ മഹ്മൂദ് സഊദ് അൽ ബിഷർ, അദ്ദേഹം അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, ലോകത്തെ വിവിധ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു. അവര് പറയാ, ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത സംസ്കാരം, ഞങ്ങൾ മതം വേണ്ടെന്ന് പറഞ്ഞു, പടച്ചവനില്ലെന്ന് പറഞ്ഞു, ഡാർവിനാണ് ദൈവമെന്ന് പറഞ്ഞു, ഞങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവില്ലെന്ന് പറഞ്ഞു, ബിഗ് ബാങ് ഉണ്ടെങ്കിൽ എന്തിനാണ് ദൈവം എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരെന്ന് ലോകപ്രസിദ്ധരായ എഴുത്തുകാർ. വേറൊരു പുസ്തകമുണ്ട്, ആൻഡ്രൂ ചപ്പേരോ എഴുതിയൊരു പുസ്തകമുണ്ട്, We the number one power. ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ് Where does America stand and where it will be fall? Where it will fall in the new world order. ലോകത്തെ ഒരു പുതിയ ഭരണക്രമം വരുന്നുണ്ട്. അമേരിക്കയുടെ തകർച്ച എവിടെയാണ്, അമേരിക്ക ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് ലോകപ്രസിദ്ധനായ ആൻഡ്രൂ ചപ്പേരോ എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം 92 പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഗൾഫ് യുദ്ധം നടക്കുന്ന സമയം അദ്ദേഹം ഉണർത്തി പറഞ്ഞു, ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. The gradual downfall of America in 2020. 2020 ആകുമ്പോഴേക്കും അമേരിക്കയുടെ തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ജനറൽ ഹോഫ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അമേരിക്കയുടെ എയർഫോഴ്സിന്റെ നേതാവായിരുന്നു, അദ്ദേഹം എയർഫോഴ്സ് ചീഫ് ആയിരുന്നു. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ കൊറിയയിലെ സായുധ സേനയുടെ നേതാവാണ്, അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ അഡ്വൈസറാണ്. അങ്ങനെയൊക്കെ ജോലി ചെയ്തൊരു മനുഷ്യൻ പ്രഗത്ഭമായ ഒരു പുസ്തകം എഴുതി, ജനറൽ ഹോഫ്. അദ്ദേഹത്തിന്റെ The Gradual Downfall of America in 2020. 1992 അവരത് പ്രഖ്യാപിച്ചു. അമേരിക്ക തകരാൻ പോവുകയാണ്. അമേരിക്ക എന്ന് പറയുന്നത് പാശ്ചാത്യൻ സംസ്കാരം എന്നാണ്. ആ സംസ്കാരം ഇന്ന് ഇന്ത്യയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, നമ്മുടെ മാംഗ്ലൂരിലുണ്ട്, ബോംബെയിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഈ ആഭാസമായ സംസ്കാരമാണ് നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോണിലൂടെ, നമ്മുടെ വീട്ടിലുള്ള TV സ്ക്രീനിലൂടെ നമ്മുടെ വീട്ടിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2020 ആകുമ്പോഴേക്കും ഈ സംസ്കാരം തകരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രഗത്ഭനായ എഴുത്തുകാർ. കൊലിൻ വിൽസൺ, അദ്ദേഹം ഫാൾ ഓഫ് സിവിലൈസേഷൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സംസ്കാരങ്ങളുടെ പതനം എന്നാണ് ഇതിനർത്ഥം. അദ്ദേഹം പറയുന്നു, we are the pig societies. നമ്മൾ പന്നികളുടെ സംസ്കാരമാണ്, സാമ്രാജ്യമാണ്, സമൂഹമാണ് എന്ന് അദ്ദേഹം വളരെ സർക്കാസ്റ്റിക്കലി, പരിഹാസ്യരൂപേണ ഈ അഴിഞ്ഞാടുന്ന സംസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു. We are a nation with no connection, no depth. Our depth is in the fall. We are a nation with a religion, no relief. സംസ്കാരമില്ലാത്ത, മതമില്ലാത്ത സമൂഹമാണ് നമ്മൾ. നമ്മുടെ ആഴം, നമ്മുടെ പതനമാണ്. നമുക്ക് അടിവേരുകളില്ലാത്ത, ബന്ധങ്ങളില്ലാത്ത ഒരു സംസ്കാരമാണ് നമ്മുടേതെന്ന് ജർമ്മൻകാരനായ പോയറ്റ് ബ്രോഷറ്റ് അദ്ദേഹത്തിന്റെ പ്രഗത്ഭമായ ഒരു കവിതയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു. Our sun is narrow. നമ്മുടെ സൂര്യൻ ഇടുങ്ങിയതാണ്. Our love is wild. നമ്മുടെ സ്നേഹം മൃഗീയമാണ്. Our youth is without youth. നമ്മുടെ യുവാക്കൾക്ക് യൗവനമില്ല. We are a nation without bonds, boundaries or protection from anyone. ആരുടെയും സംരക്ഷണമില്ലാത്ത, അതിരുകളില്ലാത്ത, പരിധികളില്ലാത്ത, നിയന്ത്രണമില്ലാത്തൊരു സംസ്കാരമാണ് നമ്മുടേത് എന്ന് പരിഹസിച്ചെഴുതിയ ആ ജർമ്മൻ പോയറ്റ്. എന്റെ സത്യവിശ്വാസികളെ,
അലക്സ് കാറ്റൽ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം നൊബൈൽ പ്രൈസ് നേടിയ എഴുത്തുകാരനാണ്. അലക്സ് കാറ്റൽ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് മാൻ ദ അൺനോൺ, അറിയപ്പെടാത്ത മനുഷ്യൻ. അദ്ദേഹം ഇതേ ആശയം അദ്ദേഹം എഴുതി വെച്ചു. വേറൊരു പുസ്തകമുണ്ട് ഹ്യൂമാനിറ്റി ഓഫ് ഹ്യൂമൻ, റിനി റോബോ എഴുതിയ, നൊബൽ പ്രൈസ് വിന്നറായ റിനി റോബോ എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സംസ്കാരമിൽ മനുഷ്യന്റെ സംസ്കാരം എന്ന തന്റെ പുസ്തകം. അതും നൊബൽ പ്രൈസ് കിട്ടിയ പുസ്തകമാണ്. അവർ സമ്മതിച്ചു, നമ്മൾ തകരാൻ പോകുന്ന സംസ്കാരമാണ്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇസ്ലാം വിജയിക്കുന്നിടത്ത് നമ്മൾക്ക് തകർച്ചയാണെന്ന് ഡിസാസ്റ്റർ അവർ പറയുന്നു. അമേരിക്ക കണ്ടെത്തിയിട്ടുള്ള സമാഹരിച്ചു വെച്ചിട്ടുള്ള ഈ സംസ്കാരം മുഴുവനും it is nothing but a disaster. ഇതെല്ലാം ഒരു തകർച്ചയുടെ സൂചകങ്ങൾ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ തകരുമെന്ന് നിബിധങ്ങൾ പറഞ്ഞ ആ സംസ്കാരം തകരുക തന്നെ ചെയ്യും. പിന്നെ വിജയിക്കുന്നത് എവിടെയാണ്? അള്ളാഹുവിന്റെ വചനമാണ് ലോകത്ത് വിജയിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എന്തു ചെയ്യണം? ഒരൊറ്റ കാര്യം അള്ളാഹു നമ്മളോട് പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. അതാണ് ഞാൻ ആദ്യത്തിൽ ഓതി വെച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. വഅദല്ലാഹു, അല്ലാഹു തആല നിങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നു. ആർക്ക്? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ സത്യവിശ്വാസം കൈകൊണ്ടവർക്ക്. വഅമിലുസ് സ്വാലിഹാത്ത്, സൽകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അല്ലാഹുവിന്റെ വാഗ്ദാനമുണ്ട്. നമ്മൾ ഇക്കൂട്ടത്തിലുണ്ടോ എന്നൊരു പരിശോധന മാത്രമാണ് ആവശ്യം. നമുക്ക് ഈമാനുണ്ടോ? നമ്മുടെ കൈകളിലുള്ള നമ്മൾ ചെയ്യുന്നത് സൽ സ്വഭാവങ്ങളാണോ, അമലു സ്വാലിഹാത്ത് ആണോ? എങ്കിൽ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ അള്ളാഹു അവരെ തന്റെ പ്രതിനിധികളാക്കാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹുവിന്റെ പ്രതിനിധികളായി മുസ്ലിം ഉമ്മത്ത് കടന്നു വരാൻ പോകുന്നു. ഏതുപോലെ? അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നാം ഭൂമിയിൽ ഖിലാഫത്ത് നൽകിയതുപോലെ മുസ്ലിമീങ്ങൾക്ക് നമ്മളത് നൽകും. വയുമക്കിനൻ വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും. അല്ലാഹു തൃപ്തിയോടുകൂടെ പൊരുത്തത്തോടുകൂടെ അവർക്ക് കനിഞ്ഞേകിയ വിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഏത് രാജ്യത്തിലും അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് കൊടുക്കും. ഏക സിവിൽ കോഡ് പോലെയുള്ള മുസ്ലിമിന്റെ ശരീഅത്തിന്റെ കടക്കൽ കച്ചിവെക്കുന്ന നിയമങ്ങളൊന്നും വരാതെ ഈ ഉമ്മത്തിന് ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം അല്ലാഹു നൽകും. രണ്ട് കണ്ടീഷൻ: നിങ്ങൾക്ക് അല്ലാഹുവിൽ ഈമാനുണ്ടോ? വഅമിലുസ് സ്വാലിഹാത്തി, നിങ്ങൾ സൽകർമ്മം ചെയ്യുന്നവരാണോ എങ്കിൽ. അല്ലാഹു ഇത് രണ്ടിനുമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകട്ടെ. തലമുറകൾക്ക് അല്ലാഹു നൽകട്ടെ. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, പേടിച്ച് ജീവിച്ചിരുന്നൊരവസ്ഥയിൽ നിന്ന് സമാധാനത്തിന്റെ അന്തരീക്ഷം അല്ലാഹു നൽകും. അങ്ങനത്തെ ഒരു കാലം മുസ്ലിമിന് അല്ലാഹു നൽകുന്നുണ്ട്. രണ്ട് വിഷയം ശ്രദ്ധിച്ചാൽ: ഈമാൻ കൽബിലുറക്കുക, യുക്തിവാദത്തിലേക്ക് പോവാതെ, നിരീശ്വരവാദത്തിലേക്ക് പോകാതെ, ശിർക്ക് വാദങ്ങളിലേക്ക് പോകാതെ, അള്ളാഹുവിന്റെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുമ്പോ, അമലു സ്വാലിഹാത്ത് ചെയ്ത് ജീവിക്കുമ്പോ, സൽക്കർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരുന്നു. യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈആ, എനിക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹം, എന്നിൽ പങ്കുകാരെ ചേർക്കാതെ, ബഹുദൈവ ആരാധന ചെയ്യാതെ ഏകനായ അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന കാലം. വമൻ കഫറ ബഅദ ദാലിക് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവിശ്വാസത്തിലേക്ക് പോകാതെ മുസ്ലിം ഈമാനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നാം അവർക്ക് വിജയം തരും, അവർക്ക് വിജയം തരും. 1.5 ലക്ഷത്തോളം വരുന്ന സൈന്യവുമായി മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നഹ്റുദ്ദം, ചോരയുടെ പുഴ എന്ന് പറയുന്നൊരു യുദ്ധം നടന്നിട്ടുണ്ട് റോമക്കാർക്കെതിരെ. 18,000 സൈന്യവുമായി ന്യൂനപക്ഷമായിരിക്കെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു 1.5 ലക്ഷത്തോളം വരുന്ന ആളുകളുമായി 18,000 മുഅ്മിനീങ്ങളുമായി നടത്തിയ നഹ്റുദ്ദം എന്ന് പറയുന്ന യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു: അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ ഈ ദീനിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും.
അല്ലാഹുവേ, ജീവനെ പേടിയില്ലാതെ നിന്റെ ദീനിന് ത്യാഗം ചെയ്യാൻ 18,000 ആളുകളുമായി 1.5 ലക്ഷത്തോളം വരുന്ന റോമൻ പടയോട് ഞങ്ങൾ പടവെട്ടാൻ പോകുന്നു, നീ ഞങ്ങളെ സഹായിക്കണം തമ്പുരാനെ എന്ന് മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റബ്ബിനോട് ദുആ ചെയ്ത് നീങ്ങിയ മുന്നേറ്റമാണ്. വിജയമല്ലേ ഉണ്ടായത്? വിജയിച്ചു ഖാലിദ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അജ്സത്തിൻ നിസാഉ അൻ യുൻഷിന മിത്ല ഖാലിദ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത മക്കളെ പ്രസവിക്കാൻ എന്തേ നമ്മുടെ പെണ്ണുങ്ങൾക്ക് കഴിയാതെ പോയതെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നു വലീദ് തങ്ങളെ പോലെയുള്ള ചുണക്കുട്ടികൾ എന്തേ നമുക്കില്ലാതെ പോയത്? കുരിശ് യോദ്ധാക്കൾ കടന്നു വന്നപ്പോ ത്യാഗം ചെയ്യിച്ച് ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി ഒരു ദിവസം പോലും കടന്നുറങ്ങാതെ, ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാതെ, എങ്ങനെയാണ് ഞാൻ ചിരിക്കുന്നത്? ഖുദ്സ് കരയുമ്പോൾ, അല്ലാഹുവിന്റെ മസ്ജിദുൽ അഖ്സ കരയുമ്പോൾ എങ്ങനെ ഞാൻ ചിരിക്കുമെന്ന് പറഞ്ഞ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഖുദ്സിന്റെ വിജയം നേടിയെടുത്തത് ആൾബലത്തിലല്ല, സംഘശക്തിയിലല്ലായിരുന്നല്ലോ. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യർമൂക്കിലൂടെ ഷാമിൽ തമ്പടിച്ചിരുന്ന റോമൻ സൈന്യത്തെ ആകമാനം ഉന്മൂലനം ചെയ്യാനുള്ള ഏറ്റവും വലിയ ത്യാഗം മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ചെയ്യുമ്പോ അന്ന് റോമൻ സൈന്യം 3 ലക്ഷമായിരുന്നു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ആളുകൾ 36,000. അതിൽ 1000 സ്വഹാബിമാർ, 100 പേർ ബദരീങ്ങളായ സ്വഹാബിമാരായിരുന്നു. യർമൂക്ക് യുദ്ധം നടക്കുമ്പോ അവിടെയാണ് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ അൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞത്, ഉമർ അൽ ഫാറൂഖ് എന്നവരെ, ഞങ്ങൾക്ക് ഇവിടെ നേരിടാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഇവരെ നേരിടാൻ കഴിയില്ല ഫാറൂഖ് എന്നവരെ. 3 ലക്ഷം വരുന്ന ആളുകളുമായി 36,000 വരുന്ന സൈന്യവുമായി എങ്ങനെയാണ് ഞങ്ങൾ പോരാടുക? ഞങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോരട്ടെയോ എന്ന് ഒരു ചെറിയ സംഘമായിരിക്കെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സൈന്യാധിപനല്ല, സൈന്യാധിപൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവാണ്. ഉമർ തങ്ങളോട് ചോദിച്ചു, ഫാറൂഖ് എന്നവരെ, നിങ്ങൾ സമ്മതം തന്നാൽ ഞങ്ങൾ 36,000 ആളുകൾ 3 ലക്ഷവുമായി എങ്ങനെ പടവരുതും? അപ്പോഴാണ് മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബൂ ഉബൈദ, ഒന്നോർക്കണേ അബൂ ഉബൈദ, ശക്തിയും ആൾബലവുമാണ് നമ്മുടെ ശക്തിയെങ്കിൽ നാം ഒരു യുദ്ധവും വിജയിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, നമ്മുടെ ശക്തി അല്ലാഹുവാണ്, അല്ലാഹുവാണ് നമ്മുടെ ശക്തിയെങ്കിൽ ഭൂമി ആകെ നിറയെ മുസ്ലിമിന് ശത്രുക്കളാണെങ്കിൽ തന്നെയും അല്ലാഹു നമുക്ക് വിജയം തരും. അതുകൊണ്ട് അബൂ ഉബൈദ, അതുതീഉനി ഫീമാ അമുറുക്, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ ഒരുക്കമാണോ? ഞാൻ ഒരുക്കമാണ് ഖാലിദേ. നഅം, എന്നാൽ എന്റെ പിന്നിൽ അണിനിരന്നോളൂ. ഈ ഉമ്മത്തിന്റെ സൈന്യത്തിന്റെ മധ്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആരെ പറ്റിയാണോ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ വിശ്വസ്തൻ എന്ന് പറഞ്ഞത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ, നിങ്ങൾ സൈന്യത്തിന്റെ മധ്യത്തിൽ നിൽക്കുക. അമാനത്ത്, വിശ്വസ്തത. ഈ സൈന്യത്തിന്റെ വലതുഭാഗത്ത് നേതൃത്വം കൊടുക്കേണ്ടത് അഅലമുൽ ഉമ്മത്തി ബിൽ ഹലാൽ വൽ ഹറാം, ഹലാലും ഹറാമും ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചെടുത്ത ആളെന്ന് മുത്തുനബി തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അഅലമുൽ ഉമ്മത്തി ബിൽ ഹലാൽ വൽ ഹറാം, ഈ ഉമ്മത്തിൽ ഹലാലും ഹറാമും നോക്കുന്ന ആളുകൾ, അവരുടെ നേതാവ് മുആദ് ഇബ്നു ജബൽ എന്നവർ സൈന്യത്തിന്റെ വലതുഭാഗത്ത് നിൽക്കട്ടെ. സൈന്യത്തിന്റെ ഇടതുഭാഗത്ത് ബത്വലുൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഹീറോ എന്നറിയപ്പെടുന്ന ഖബാസ് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹു ഈ സൈന്യത്തിന്റെ ഇടതുഭാഗം നിൽക്കട്ടെ. ഈ സൈന്യത്തിന്റെ മുൻനിരയിൽ പടയോട്ടം നടത്താൻ ഹാഷിം ഇബ്നു ഉത്ബത്ത് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിൽക്കട്ടെ. കുതിരപ്പടകൾക്ക് നേതാവായി ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു നിൽക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പകരമിറങ്ങാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടായി നിർത്തുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന സുഹാബി എന്ന നബി തങ്ങൾ പറഞ്ഞ സഈദിൻ എന്ന സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു അബുൽ അഅവർ, അവര് പകരക്കാരനായി നിൽക്കട്ടെ. സൈന്യം മുന്നേറുകയാണ്. 3 ലക്ഷം വരുന്ന ആളുകളിൽ 1,20,000 ആളുകൾ ഇസ്ലാമിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി കീഴടങ്ങുകയും
80,000-ഓളം ആളുകളെ ചങ്ങലകൾ ബന്ധിക്കപ്പെടുകയും ചെയ്ത പ്രഗത്ഭമായ വിജയം ഖാലിദ് റളിയല്ലാഹു അൻഹു വരിച്ചത് മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ആദരസൂചകമായ അഭിമാനമായ വസ്തുതയാണ്. ഈ ഉമ്മത്തിന്റെ വിജയം അങ്ങനെയാണ്. അമീനു ഹാദിഹിൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിൽ വിശ്വസ്തതയുണ്ടാകുമ്പോൾ, അമീനാരാകുമ്പോ നമ്മുടെ അയൽപക്കങ്ങളിൽ വിശ്വസ്തതയുണ്ടാകുമ്പോ, കുടുംബങ്ങളിൽ വിശ്വസ്തതയുണ്ടാകുമ്പോ, നമ്മുടെ കച്ചവട ഇടപാടുകളിൽ വിശ്വസ്തതയുണ്ടാകുമ്പോ, നമ്മുടെ വാക്കുകൾക്ക് വിശ്വസ്തതയുണ്ടാകുമ്പോ, നമ്മൾ വഞ്ചിക്കാതിരിക്കുമ്പോ ഉമ്മത്തിന് വിജയമുണ്ട്. അതുകൊണ്ടാണ് അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ കിടക്കണം. ഉമ്മത്തിന്റെ വിശ്വസ്തൻ സൈന്യത്തിന്റെ മധ്യത്തിൽ കിടക്കട്ടെ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സൈന്യത്തിന്റെ മധ്യത്തിൽ. പിന്നെ വേണം അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം, ഈ ഉമ്മത്ത് ഹലാലും ഹറാമും നോക്കി ജീവിച്ചാൽ, ഹലാലായ സമ്പാദ്യം മാത്രം, ഹറാം എനിക്ക് വേണ്ട, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല, അള്ളാഹുവിന് പൊരുത്തമുള്ളതേ ഞാൻ ഉടുക്കൂ, ഞാൻ കഴിക്കൂ, ഞാൻ ഭക്ഷിപ്പിക്കൂ, ഞാൻ എടുക്കൂ, ഞാൻ സമ്പാദിക്കൂ എന്ന് നിശ്ചയമുണ്ടെങ്കിൽ ഉമ്മത്തിന് വിജയമുണ്ട്. ധീരമായ മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഖബാഹ് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹുവിന്റെ ധീരത ഈ ഉമ്മത്തിനുണ്ടെങ്കിൽ, മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സ്വഹാബിയാണ്. മുത്തനബി തങ്ങൾ എത്രയും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. തനിക്കെതിരെ ഒരു വൃദ്ധയായ ഉമ്മ സഈദ് റളിയല്ലാഹു അൻഹു തന്റെ ഭൂമി അതിക്രമിച്ചിട്ടുണ്ട് എന്ന് പരാതി പറഞ്ഞപ്പോ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എങ്ങനെയാണ് ഉമ്മ ഞാൻ നിങ്ങളുടെ ഭൂമി അപഹരിക്കുന്നത്? സഈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നു, എങ്ങനെ ഉമ്മ നിങ്ങളുടെ ഭൂമി ഞാൻ എടുക്കും, നിങ്ങളുടെ അതിർത്തി ഞാൻ കയ്യേറിയെന്നോ? കൈഫ വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മുത്തനബി തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു തന്നതിന്റെ ശേഷം ആരെങ്കിലും ഒരു ചാണെങ്കിലും മറ്റൊരാളിന്റെ ഭൂമി കൈയടക്കിയാൽ 7 ഭൂമിയിൽ നിന്ന് മാലയായി അവന്റെ കഴുത്തിൽ അല്ലാഹു നാളെ ചാർത്തി കൊടുക്കുമെന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന്റെ ശേഷം, ഉമ്മ നിങ്ങളുടെ ഭൂമി ഞാൻ കൈയടക്കുമെന്നോ? ഉമ്മ വിട്ടുകൊടുത്തില്ല. അപ്പോഴാണ് സഈദ് എന്നവർ പറഞ്ഞത്, അല്ലാഹുവേ ഞാൻ മദ്ലൂമാണ്, ആക്രമിക്കപ്പെട്ടവനാണ് റബ്ബേ, അല്ലാഹുമ്മ ഇൻ കാനത് കാദിബതൻ, പടച്ചവനെ ആ പെണ്ണ് പറയുന്നത് നുണയാണെങ്കിൽ ഫഅമി ബസറഹാ വജഅൽ ഖബ്റഹാ ഫീ ദാരിഹാ, റബ്ബേ അവരുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണമേ, അവളുടെ ഖബർ അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ആക്കി കൊടുക്കണമേ. ഒരൊറ്റ ദുആയാണ്. ദുആയിന് ഉത്തരമുള്ള സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ ഫലിച്ചു. ഭൂമി കയ്യേറാത്തവരെ സംബന്ധിച്ച്, അതിക്രമം ചെയ്യാത്തവരെ കുറിച്ച് അതിക്രമം ചെയ്തു എന്ന് പറഞ്ഞവർ സഈദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച പോലെ ആ ഉമ്മയുടെ കണ്ണിന്റെ കാഴ്ച പോയി. വീട്ടുമുറ്റത്തുകൂടെ നടക്കുമ്പോഴാണ് സ്വന്തം വീട്ടുമുറ്റത്തുള്ള പൊട്ട കിണറ്റിലേക്ക് ചാടുന്നത്. ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞില്ല, അവിടെ തന്നെ മണ്ണിട്ട് മൂടി. ഇജ്അൽ ഖബ്റഹാ ഫീ ദാരിഹാ, അവരുടെ ഖബർ അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ആക്കി കൊടുക്കണമേ എന്ന ആ ഒരു പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. എന്തേന്നറിഞ്ഞോ? നന്മയാൽ വളർന്നു വന്ന സഈദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ച സഈദ് റളിയല്ലാഹു അൻഹു, ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത സഈദ് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സുഹ്ബത്ത് കിട്ടിയ സഈദ് റളിയല്ലാഹു അൻഹു, അവിടേക്ക് ദുആ അല്ലാഹു സ്വീകരിക്കൂലേ? ഹബീബായ തങ്ങളുടെ പ്രോത്സാഹനം കിട്ടിയ മഹത്തുക്കളെ മാത്രം സൈന്യത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്ത് വിന്യസിച്ചുകൊണ്ടാണ് 36,000-ഓളം വരുന്ന ആളുകളുമായി 3 ലക്ഷം വരുന്ന സൈന്യത്തെ ഷാമിൽ നിന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് എന്നേക്കുമായി റോമക്കാരെ പിഴുതെറിഞ്ഞ യർമൂക്ക് യുദ്ധം നടന്നത് സ്വഹാബത്തിൽ പ്രഗത്ഭമായ സ്ഥാനത്ത് നിർത്തിയതിന്റെ ശേഷമാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഇത് ഉമ്മത്തിനുള്ളൊരു സൂചനയാണ്. ഏതൊരു ഉമ്മത്തിന്റെയും വിജയം അമാനത്തിലൂടെ, വിശ്വസ്തതയിലൂടെ, ഹലാലും ഹറാമും സൂക്ഷിക്കുന്നതിലൂടെ, അല്ലാഹുവിലേക്ക് അടുക്കുന്നതിലൂടെ, ഇങ്ങനെ നമുക്ക് വിജയമുള്ളൂ. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്. കാലിൽ ചെളി പുരണ്ട് തുന്നിപ്പിടിപ്പിച്ച വസ്ത്രവുമായി ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മസ്ജിദുൽ അഖ്സായുടെ താക്കോല് വാങ്ങാൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോകുമ്പോഴാണ് അവർ പറഞ്ഞത്, ഉമർ എന്നവരെ, ക്രിസ്തീയ പണ്ഡിതന്മാർ, ക്രിസ്തീയ പാട്രിയാർക്കീസുമാർ നിങ്ങളുടെ കയ്യിൽ ഖുദ്സിന്റെ താക്കോല് തരാൻ പോകുമ്പോ ഒരു നല്ല വസ്ത്രം വേണ്ടേ? കാലൊന്ന് കഴുകിക്കൂടെ?
നല്ല മൊഞ്ചുള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾക്ക് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് ലോകത്ത് മുസ്ലിമീന് മറക്കാൻ പാടില്ലാത്തൊരു വചനം ഫറൂഖ് റളിയല്ലാഹു അൻഹു ഉരുവിട്ടത്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാമിന് അല്ലാഹു അഭിമാനം നൽകിയത് അല്ലാഹുവിലേക്ക് നമ്മൾ അടുത്തപ്പോഴാണ്. മുസ്ലിമിന് അല്ലാഹു അഭിമാനം നൽകിയത് നമ്മൾ അല്ലാഹുവിന്റെ ആളുകളായപ്പോഴാണ്. ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അള്ളാഹുവിൽ നിന്ന് നമ്മൾ എത്ര അകലുന്നുവോ അത്രക്ക് നമുക്ക് നിന്ദ അള്ളാഹു നൽകും. അതുകൊണ്ട് നമ്മുടെ വേഷത്തിലല്ല, നമ്മുടെ സമ്പൽ സമൃദ്ധിയിലല്ല, നമ്മുടെ വരുമാനത്തിലല്ല, നമ്മുടെ മറ്റേതെങ്കിലും ഭൗതികമായ ചുറ്റുപാടുകളിലൂടെയല്ല നമ്മൾ വിജയിച്ചത് അള്ളാഹുവിലേക്ക് അടുത്തപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഏത് വേഷത്തിലായിക്കോട്ടെ, എന്റെ ഖൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഈ ഉമ്മത്തിന് അള്ളാഹു വിജയം തരും. അങ്ങനെയല്ലേ ഫറൂഖ് തങ്ങളുടെ കൈകളിൽ ഖുദ്സിന്റെ താക്കോൽ ക്രിസ്തീയ പാത്രിയാർക്കീസുമാർ ഒരു യുദ്ധം പോലും വേണ്ടതില്ലാത്ത വിധം അങ്ങ് സമർപ്പിച്ചു കളഞ്ഞത്. ആ ഒരു പാരമ്പര്യത്തിലേക്ക് ഉമ്മത്തിന് തിരിച്ചു പോവണം. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺമക്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി, വല്ലാഹു അലയ്യ റഖീബ്, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുന്ന വിദ്യാർത്ഥികളായി, വിദ്യാർത്ഥിനികളായി, എന്റെ മക്കൾ ആൺമക്കളും പെൺമക്കളും അമാനത്താണെന്ന ബോധത്തോടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ രക്ഷിതാക്കന്മാർ മക്കളെ വളർത്താൻ തുടങ്ങിയാൽ ഏറ്റവും നല്ല കർമ്മം ദീൻ പഠിപ്പിക്കലാണ്, അധ്യാപന ജോലിയാണ്. ഖൈറു മുഅല്ലിം, ഏറ്റവും നല്ല മുഅല്ലിമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബിന്റെ ചുവട് പിടിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ദീൻ പഠിപ്പിക്കുന്നു എന്ന് നമ്മുടെ മുഅല്ലിമീങ്ങൾ, നമ്മുടെ അധ്യാപകന്മാർ, നമ്മുടെ ടീച്ചേഴ്സ് മുഴുവനും അധ്യാപന ജോലി അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ, നമ്മുടെ ജോലി ചെയ്യുന്ന ആളുകൾ, കൂലിവേല ചെയ്യുന്ന ആളുകൾ, അമാനത്ത്, വിശ്വസ്തത എന്റെ ഹബീബ് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു അഹദകും ഇദാ അമില ശൈഅൻ അൻ യുത്ഖിന. നിങ്ങൾ ഏത് ജോലി ചെയ്യുമ്പോഴും അത് കൃത്യമായി, വളരെ വൃത്തിയോടുകൂടെ, വളരെ പ്രൊഫഷണലിസത്തോടുകൂടെ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞുവല്ലോ. ഞാൻ എൻ്റെ ജോലി വിശ്വസ്തയോടുകൂടെ ചെയ്യട്ടെ എന്ന് എല്ലാ ജോലി ചെയ്യുന്ന ആളുകളും തീരുമാനിച്ചാൽ, മുതലാളിമാർ പാവപ്പെട്ടവരുടെ, തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും ദുൽമ ചെയ്യാതിരിക്കുകയും അക്രമം ചെയ്യാതിരിക്കുകയും മാതൃപിതൃ ബന്ധങ്ങൾ ഊട്ടിയുറക്കുകയും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവാതെ കൂട്ടിയോജിപ്പിക്കുകയും സ്നേഹത്തിൽ ഊട്ടിയുറപ്പിച്ച കുടുംബ ബന്ധങ്ങളും വീടിന്റെ സംസ്കാരവും നമുക്കുണ്ടാകുമ്പോ ഇൻഷാ അല്ലാഹ് വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ സൽക്കർമ്മം ചെയ്ത ആളുകൾ, ഈമാനുള്ള ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ അവന്റെ ഖിലാഫത്ത് അള്ളാഹു നമുക്ക് നൽകുമെന്നും, പേടിയില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഈ ലോകത്ത് ആര് ഭരിച്ചാലും, ഏത് ഗവൺമെന്റ് വന്നാലും, ഭരണാധികാരികൾ ആരൊക്കെയായി തന്നാലും, മുസ്ലിം അവന്റെ അടിസ്ഥാനമായ സംസ്കാരത്തിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു ലോകശക്തിക്കും അള്ളാഹുവിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ കഴിയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ 100 കണക്കിന് ആയത്തുകളിലൂടെയാണ് നമുക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് യസ്സിറു വലാ തുഅസ്സിറു, ഈ സന്തോഷം ഉമ്മത്തിന് കൈമാറട്ടെ നമ്മൾ. വലാ തുഅസ്സിറു, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. ബശ്ശിറു, ജനങ്ങൾക്ക് സന്തോഷം പറഞ്ഞു കൊടുക്കിൻ. വലാ തുനഫിറു, വെറുപ്പിന്റെ സംസ്കാരം ജനങ്ങളോ പറയലിൽ നിന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹബ്ബുന്നാസി ഇലല്ലാഹ്, ലോകത്ത് പത്രവാർത്തകൾ വായിക്കുമ്പോ, ന്യൂസുകൾ വായിക്കുമ്പോ, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വായിക്കുമ്പോ ഇസ്ലാം കഴിഞ്ഞു, മുസ്ലിമിന്റെ കാലം കഴിഞ്ഞു, ഇനി ഇസ്ലാമിന് ഭാവിയില്ല, അങ്ങനെ പറയല്ലേ. അങ്ങനെയല്ല പറയേണ്ടത്. മുസ്ലിമിന് ഭാവിയുണ്ട്, ഇസ്ലാമിന് ഭാവിയുണ്ട്. ഇസ്ലാം ലോകത്ത് ഉയർന്നു വരും. ലോകത്തെവിടെയെല്ലാം രാവും പകലും എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ വെളിച്ചമെത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹബ്ബുന്നാസി ഇലല്ലാഹ്, അള്ളാഹുവിന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളവർ, അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ഇനി ഒരു കാര്യം കൂടെ, വഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള കാര്യം, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം,
ഔ അൻ തക്ഷിഫ അൻഹു കുർബ, ഒരു മുസ്ലിമിന്റെ പ്രയാസം ഇല്ലാതെയാക്കി കൊടുക്കുകയോ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ സന്തോഷം പകരുകയോ ചെയ്യുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ്. ആ ജോലിയായി നമ്മൾ ഇതുവരെ പറഞ്ഞതും ചർച്ച ചെയ്തതും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 5:30 മണിയാണ് നമ്മുടെ സമയം 5:30 എന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നിസ്കരിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ അവർക്ക് നിസ്കാരം നിർവഹിക്കാനുള്ള സമയം കൂടെ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ മാഷാ അല്ലാഹ് ഈ വെള്ളം സംഭാവന ചെയ്ത സഹോദരിയാണ്. മാഷാ അല്ലാഹ് അങ്ങനത്തെ സഹോദരിമാരൊക്കെ ഉണ്ടല്ലേ, അൽഹംദുലില്ലാഹ്. ഇവിടെ വെള്ളം സംഭാവന ചെയ്തൊരു സഹോദരിയാണ് പോൽ. പുരുഷന്മാരെ നമ്മൾ ആരും ഇതിന് കിട്ടിയില്ലേ? മാഷാ അല്ലാഹ്, അത്രയും അഭിമാനമുള്ള സഹോദരിമാർ ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ്. അവർ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ആ ഒരു സ്വദഖ അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് വെള്ളിയാഴ്ച ദിവസം 1 മണിക്കൂർ സമയം ദുആഇന് ഉത്തരമുള്ള സമയമുണ്ടെന്നാണ്. അത് മഗ്രിബിന്റെയും അസറിന്റെയും ഇടയിലാണ്. ഒരുപക്ഷെ ലഅല്ലഹ സഅത ഇജാബ. നമ്മളിപ്പോൾ ദുആയിക്ക് വളരെ ചെറുതായിട്ട് ദുആയിക്കാണ് സമയം വളരെ വൈകിയത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് പിരിയാണ്. പല ആവശ്യങ്ങളും മുൻനിർത്തി ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖാദി ജമലുല്ലൈലി തങ്ങൾ ഇന്നല്ലേ വരുന്നത്? ജമലുല്ലൈലി തങ്ങൾ അവറുകൾ വരുന്നുണ്ട്. പിന്നെ സാലിഹ് ബത്തേരി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനായ പ്രഭാഷകന്റെ വാളുമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ കഠിനാധ്വാനം ചെയ്ത നമ്മുടെ സംഘാടകരും വളണ്ടിയർമാരും അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ദുആ ചെയ്യാം. സഹോദരിമാരുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന പെണ്ണുങ്ങൾ വളണ്ടിയർമാരുണ്ടാവും. ഒരുപാട് വളണ്ടിയർമാർ റോഡിൽ ഹൈവേ നിന്ന് കയറുന്നത് വരെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. സ്വർണ്ണങ്ങളൊക്കെ തന്ന് സഹായിച്ചവരുണ്ട്. പരലോക വിജയത്തിന് വേണ്ടി ഒരു സഹോദരി മോതിരം തന്നിരിക്കുന്നു. അല്ലാഹുവേ, ആ സഹോദരിക്ക് പരലോക വിജയം നൽകണേ റബ്ബേ. അവർ ചെയ്ത സ്വതക്കയുടെ പുണ്യം കൊണ്ട് റബ്ബേ അവരുടെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്ത് തമ്പുരാനെ ഞങ്ങൾക്കും പരലോക വിജയം നൽകണേ തമ്പുരാനെ. നമ്മുടെ പറഞ്ഞതും ഏൽപ്പിച്ചതുമായ എല്ലാ വിഷയങ്ങളും നിയ്യത്ത് ചെയ്ത് നമ്മൾ ഒറ്റയടിക്ക് ദുആരക്കാണ്. എല്ലാവരും ആമീൻ പറയാം. അൽഹംദുലില്ലാഹ്. സർവേശ്വരനായ സർവശക്തനായ സൃഷ്ടാവായ അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ, ഈ ഉമ്മത്തിന് നീ വിജയം കൊടുക്കുമല്ലോ തമ്പുരാനെ. ആ വിജയം നീ നൽകുന്ന സമയം അതിന് സാക്ഷികളാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ തമ്പുരാനെ. നിന്റെ ദീനിന്റെ വിജയത്തിന് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹു, നിന്റെ ദീനിനെ നീ ഇസ്സത്തിലാക്കണേ റബ്ബേ. മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്തിലാക്കണേ തമ്പുരാനെ. മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങൾ, മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ നീ ഇസ്സത്തിലാക്കണേ തമ്പുരാനെ. റഹ്മർ റഹീമായ റബ്ബേ, ദീനിന്റെ സഹകാരികളും മുഹിബ്ബീങ്ങളുമായ ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ചെയ്യണേ റബ്ബേ. ഈ വെള്ളിയാഴ്ച ദിവസം പകൽ സമയം ഏറ്റവും തിരക്ക് പിടിച്ച സമയം, വിശ്രമിക്കേണ്ട നേരം, ഇതൊക്കെ മാറ്റിവെച്ച് വളരെ നേരത്തെ ഇങ്ങോട്ട് കടന്നു വന്ന സഹോദരിമാർ, സഹോദരന്മാർ, അല്ലാഹുവേ, ഇവരുടെ എല്ലാവരുടെയും ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളടക്കം എല്ലാവരുടെയും എല്ലാവിധ തെറ്റുകുറ്റങ്ങളും ഈ നിമിഷം ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈമാനും അമലു സ്വാലിഹാത്തും അവസാനത്തെ സെക്കൻഡ് വരെ കൊണ്ടു നടക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെ ഇഖ്ലാസിനെ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ നിയ്യത്തുകളിൽ അപാകതകളെ പരിഹരിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിന്റെ പൊരുത്തത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവിന് ദുന്യവിയായ ഒരു ഗറളും അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ ഗായത റഗ്ബത്തിനാ അല്ലാഹുമ്മ ജഅലി തഖ്വാ സാദനാ. അല്ലാഹുവേ, നിന്നെക്കുറിച്ചുള്ള ഭയപ്പെടലും ഓർമ്മയും ചിന്തയും ഞങ്ങളുടെ കൂട്ടുകാരനാക്കി തരണേ റബ്ബേ. ഈ സമൂഹത്തിലെ യുവാക്കളെയും യുവതികളെയും ഈ ദീനിലേക്ക് നീ അടുപ്പിച്ചു കൊണ്ടുവരണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണേ റബ്ബേ. വിദ്യാർത്ഥിനികൾ പോലും പ്രായപൂർത്തി എത്തുമ്പോഴേക്കും വലിയ വലിയ തിന്മകളിലേക്ക് എത്തിപ്പെടുന്ന കാലമാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളെയും ആൺമക്കളെയും പെൺമക്കളെയും കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ സഹോദരിമാരെ കാക്കണേ റബ്ബേ. പ്രവാസികളായ സഹോദരന്മാരുടെ കുടുംബിനികളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വിവിധ ക്യാമ്പസുകളിൽ താമസിച്ച് പഠിക്കുന്ന ഞങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും കാക്കണേ റബ്ബേ. അല്ലാഹു, ഇവിടുത്തെ ദീനിന് സേവകരായി മാറാൻ പോകുന്ന ഇവിടുത്തെ ദാറു തഖ്വയുടെ മുഅല്ലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും എല്ലാവിധ ആഫത്തുകളിൽ നിന്ന് കാക്കണേ റബ്ബേ. ആ മക്കളെ ഏറ്റെടുത്തിട്ടുള്ള 12,000 രൂപ ഒരു ദിവസം ചെലവ് വരുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ചെലവിലേക്ക് ഓരോരുത്തരായി ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും ഏറ്റെടുക്കാൻ കഴിവുള്ള ആളുകൾ
അള്ളാഹുവെ ഈ സദസ്സിലുണ്ട്, നിയത്ത് ചെയ്തവരുണ്ടാകാം. അള്ളാഹുവെ അവർക്കൊക്കെയും ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നീ ബറക്കത്തും വിജയവും നൽകണേ റബ്ബേ. അള്ളാഹുവെ സാഹിര്യങ്ങളുടെ സെഹറിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ തമ്പുരാനെ. ആയിനീങ്ങളുടെ ഐനിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ. മുഖത്താബീങ്ങളും നമ്മാമീങ്ങളുമായ ആളുകളുടെ ഫിത്തനയിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ ദീനിനെതിരെ ആരെല്ലാം ഉറഞ്ഞുതുള്ളുന്നുവോ അവർക്ക് ഹിദായത്തിൻ്റെ വഴി നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ ദീനിൻ്റെ ദഅവത്ത് ചെയ്ത് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ റബ്ബേ. മാരക രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. രോഗികളായി കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും ശിഫ കൊടുക്കണേ തമ്പുരാനെ. റബ്ബന അല്ലാഹു, ഞങ്ങളുടെ നഫ്സിനോടൊക്കെ ഒരുപാട് ദുൽമ ചെയ്തു റബ്ബേ. നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും തമ്പുരാനെ. ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് താ റബ്ബേ. ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. അല്ലാഹു, ദുന്യവിയും മുഹറവിയുമായ ഞങ്ങളുടെ ഗറളുകൾ മുഴുവനും നീ സാധൂകരിച്ച് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ.